ശക്തിയിൽ വെല്ലുവിളിച്ചു, സാധിച്ചിട്ടില്ല. അതേ വാദം 2012 വേറൊരു കൂട്ടർ ഏറ്റെടുത്തു. അത് ചില ആളുകളൊക്കെ വിശ്വസിച്ചു. ദീനീ സ്റ്റേജിൽ നിന്ന് ഹംദും സ്വലാത്തും ചൊല്ലി പറയുന്നതല്ലേ സത്യമായിരിക്കും എന്ന് പൊതുജനങ്ങൾ തെറ്റിദ്ധരിച്ചു. എന്നാൽ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിന്റെ മുമ്പിൽ നമ്മളൊക്കെ നിൽക്കേണ്ടവരാണല്ലോ. ഞാനും അതുപോലെ ഈ ആരോപണത്തിന് വിധേയമായ പലരും എത്രയോ സ്റ്റേജുകളിൽ പറഞ്ഞിട്ടും അതിനെ ആവർത്തിക്കുകയാണ്. ഒരു ജിന്നിനോടും ഒരു മലക്കിനോടും ഒരു സഹായവും തേടാൻ അള്ളാഹുവോ റസൂലോ പഠിപ്പിച്ചിട്ടില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കുന്നതും പ്രാർത്ഥനാർത്ഥത്തിലുള്ള സഹായതേട്ടമോ അഭയതേട്ടമോ രക്ഷാതേട്ടമോ എന്ത് നടത്തിയാലും അത് ശിർക്കാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നാം. അതാണ് എന്റെയും ഇതുപോലെ ഈ പ്രസ്ഥാനത്തിലുള്ള എല്ലാവരുടെയും അഭിപ്രായം. ഒരു സാധാരണ മുജാഹിദ് പ്രവർത്തകൻ പോലും ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് പറയുന്നതായി കൊണ്ടുവരാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. ഇതുമാത്രമല്ല, ഭൗതികമായ എന്തെങ്കിലും കാര്യങ്ങൾ, ജിന്നിന്റെ കഴിവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിക്കാമോ? പാടില്ല. മലക്കിനോട് ചോദിക്കാമോ? പാടില്ല, ഹറാമാണ്. ഇതാണ് നാം ഒരുപാട് കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് എനിക്കും പറയാനുള്ളത്. ഒരു തെളിവും ഹാജരാക്കാതെ വെറുതെ ആളുകളെ സംബന്ധിച്ച് ശിർക്കാരോപണം ഉന്നയിക്കുകയാണ്. ഞാൻ ആ വാദക്കാരനല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഉന്നയിച്ചവരിലേക്ക് അത് മടങ്ങും. അവർ ശിർക്കിന്റെ ആളുകളായി മരിച്ചു പോകും. അത്രയും ഗൗരവമുള്ള കാര്യമാണിത്. വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലല്ലാതെ ഒരു ആരോപണവും പറയാൻ പാടില്ലെന്ന് പഠിപ്പിക്കപ്പെട്ട നാം ഗുരുതരമായ ശിർക്കാരോപണം കേൾക്കുമ്പോൾ അവർക്ക് തിരുത്തി കൊടുക്കണം. നിങ്ങളുടെ കയ്യിൽ തെളിവുണ്ടോ? അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? എഴുതിയിട്ടുണ്ടോ? വാദിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കണം. ഒരാൾക്കൊരു വാദമുണ്ടെങ്കിൽ അത് എഴുതും, പ്രസംഗിക്കും, വാദിക്കും. അപ്പോഴാണല്ലോ അയാൾക്ക് ആ വാദമുണ്ടെന്ന് തെളിയുക. അതുകൊണ്ട് ഇല്ലാത്ത വാദമാണ് സുഹൃത്തുക്കളെ ഈ ഉള്ളവന്റെ മേൽ അടച്ചാക്ഷേപിച്ച് ആരോപിച്ച് നടക്കുന്നത്. ശിർക്കാരോപകരോട് എനിക്ക് പറയാനുള്ളത് എന്ന പേരിൽ നോട്ടീസ് ഇറക്കി. അതുപോലെ തന്നെ വേറെ പല ലേഖനങ്ങളിലും എഴുതി പ്രസംഗിച്ചു. അത് ഞാൻ ഇവിടെയും ആവർത്തിക്കുകയാണ്. അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്. വിജനസ്ഥലത്തും ജനനിബിഡമായ സ്ഥലത്തും, പുഴക്കരയിലായാലും കൊളക്കടവിലായാലും കടലിലായാലും കരയിലായാലും മരുഭൂമിയിലായാലും നടുറോട്ടിലായാലും കാട്ടിലായാലും നാട്ടിലായാലും എവിടെ വെച്ചും അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ, അവനോട് മാത്രമേ സഹായം തേടാവൂ എന്നാണ് ഈയുള്ളവൻ എല്ലാ കാലത്തും പറഞ്ഞിട്ടുള്ളത്. അതിൽ യാതൊരു മാറ്റവുമില്ല. ശിർക്ക് ആരോപിക്കുന്ന ആളുകൾ അവർ അള്ളാഹുവിനെ ഭയപ്പെടട്ടെ എന്ന് മാത്രമേ പറയാനുള്ളൂ. അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, ഒരു ചെറിയ ചോദ്യത്തിൽ നിന്ന് വളരെ വിശദമായ ചർച്ചയിലേക്ക് കാര്യങ്ങൾ എത്താനും അതുവഴി കാര്യങ്ങൾ ഗ്രഹിക്കാനും നമുക്ക് സാധിച്ചു. വളരെ പ്രസക്തമായ പോയിന്റുകൾ നിങ്ങൾ മനസ്സിൽ കുറിച്ചിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. യാ ഇബാദല്ലാ എന്ന ഹദീസ് കേരളത്തിൽ ചർച്ചയായത് ഏതെങ്കിലും പ്രൊഫ്കോണിലോ സിആർഇയിലോ അതല്ലെങ്കിൽ വിജ്ഞാനവേദിയിലോ അതല്ലെങ്കിൽ സാൽവേഷൻ എക്സിബിഷനിലോ അതല്ലെങ്കിൽ ആരെങ്കിലും പുസ്തകം ഇറക്കിയപ്പോഴല്ല. നേരെ മറിച്ച് 300 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെങ്കിൽ 200 ചില്ലാനം വർഷങ്ങൾക്ക് മുമ്പ് ഒരു പണ്ഡിതൻ, ഒരു ഖബറാരാധനയെ ന്യായീകരിക്കുന്ന പണ്ഡിതൻ, അദ്ദേഹം പുറത്തു കൊണ്ടുവന്ന ചർച്ച പിൽക്കാലത്ത് തെളിവില്ലാത്തവർ ഏറ്റെടുക്കുകയും ആ ഏറ്റെടുത്തത് തെളിവില്ലാത്ത ആളുകൾ അത് നീട്ടി വലിച്ച് വ്യാഖ്യാനിക്കുകയും ചെയ്തപ്പോൾ എന്താണോ 200 കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ചോദ്യത്തിന്റെ ഉത്തരമായി മുൻഗാമികളായ പണ്ഡിതന്മാർ പറഞ്ഞത്, അതേ മറുപടിയിൽ തന്നെ 2011 വരെയും മുജാഹിദ് പ്രസ്ഥാനം നിലനിൽക്കുകയും അതിൽ നിന്ന് വ്യത്യസ്തമായി 2012 ഒരു മറുപടി വന്നതാണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തിലെ മർമ്മപ്രധാനമായ ഒരു പോയിന്റ്. രണ്ടാമത്തത്, പലപ്പോഴും ഞാൻ ഇതിൽ ജസ്റ്റ് മൈക്ക ഒന്ന് എടുക്കാനുള്ള കാരണം, പ്രഫ്കോൺ പ്രവർത്തനങ്ങളൊക്കെയായി വന്നപ്പോൾ അതിന്റെ ആദ്യത്തെ ഒരു 3 ദിവസം 4 ദിവസം ചില സുഹൃത്തുക്കളെങ്കിലും ഞങ്ങൾ എന്തു ചെയ്യണം എന്ന് ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ അവരെടുത്ത് പറഞ്ഞത്, നിങ്ങളൊക്കെ ഒരിക്കലും ശിർക്കിലേക്ക് പോകില്ല, അതുകൊണ്ട് പിന്നെ ഞങ്ങളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ ശരിക്ക് പഠിച്ചിട്ട് ശരിക്ക് മനസ്സിലാക്കിയിട്ട് തീരുമാനിച്ചിട്ടൊക്കെ തീരുമാനം എടുത്താൽ മതി, അല്ലാതെ നിങ്ങൾ സ്വതന്ത്രമായി നിങ്ങളുടെ ബുദ്ധി വെച്ച് പഠിച്ച് തീരുമാനം എടുത്തിട്ട് അതിന്റെ ശേഷം നിങ്ങൾ പ്രവർത്തന രംഗത്ത് വന്നാൽ മതി എന്നാണ്. പക്ഷേ ഈ വിഷയത്തിലെ വിവാദങ്ങൾ ഉണ്ടായത് ഇപ്പോഴല്ല. ഈ വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴേക്ക് കാര്യങ്ങളിൽ നിന്ന് പിന്മാറുന്ന ഒരു രീതി സ്വീകരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 2002 ഓഗസ്റ്റ് 12 മുതൽക്ക് കേരളത്തിൽ തൗഹീദുള്ള ഒരു സമൂഹത്തിൽ ശിർക്കുണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും 2002 പ്രഫ്കോൺ മുതൽക്ക് 2012 ഈ പ്രഫ്കോൺ വരെയുള്ള ഒരു പ്രഫ്കോണിലും നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുകയില്ലായിരുന്നു.
കേവല വിവാദത്തിൽ തട്ടിത്തടഞ്ഞ് ദാവാരംഗത്ത് നമ്മൾ മാറി നിന്നിരുന്നുവെങ്കിൽ, മുജാഹിദ് പ്രസ്ഥാനത്തിലുണ്ടായ അനിവാര്യമായ ആദർശപരവും സംഘടനാപരവുമായ ഒരു ഒഴിഞ്ഞുപോക്കിന്റെ തുടർച്ചയായി 2012 ഓഗസ്റ്റ് 12 പിന്നെ സ്വയം പിരിഞ്ഞുപോയി ചില ആളുകൾ പ്രഖ്യാപനം നടത്തി പിരിഞ്ഞുപോയത്. അതിന്റെ തുടർച്ചയായി 2002 ഓഗസ്റ്റ് 23 പ്രസ് റിലീസ് വരുന്നു, മുജാഹിദുകളിൽ ശിർക്ക് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആരോപണം, മുജാഹിദുകളിൽ ശിർക്കുണ്ട് എന്ന ആരോപണം, എന്റെ പ്രിയപ്പെട്ട സദസ്സിനോട് ഞാൻ പറയാണ്, ഇത് 6 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ഒന്നല്ല, അന്നേ ഉള്ള ഒന്നാണ്. പിന്നീട് അതിന് കനം കൂടി. പിന്നീടത് ഇവിടുത്തെ പിന്നെ ഖബറാരാധകരായ ഒരു സമൂഹത്തിന്റെ അവരുടെ പേജിലും അവരുടെ പത്രങ്ങളിലും ഒക്കെ ബഹുമാനരായ നമ്മുടെ പണ്ഡിതന്മാർ, ബഹുമാനനായ അബ്ദുസ്സലാം സുല്ലമിയെ പോലെയുള്ള, ഞാൻ പേരെടുത്തു പറയുന്നത് കാര്യം നമുക്ക് ക്ലിയർ ആകാൻ വേണ്ടിയാണ്. അദ്ദേഹത്തെ ആദരിക്കുന്നു, അദ്ദേഹത്തിന്റെ ഗുരുനാഥനാണ്, അദ്ദേഹത്തോടുള്ള എല്ലാ ആദരവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയാണ്. അദ്ദേഹം ഒരു പിന്നെ എന്താ പറയാ, ഇവിടുത്തെ പിന്നെ ഖബറാരാധനയെ ന്യായീകരിക്കുന്ന സെൻസിംഗ് പത്രത്തിൽ അഭിമുഖം കൊടുത്തു. മുജാഹിദുകൾ, AP വിഭാഗം മുജാഹിദുകൾ അവർ മുശ്രിക്കുകൾ തന്നെ. അന്നും മുജാഹിദുകൾ ഈ വിവാദം കേട്ടിട്ടുണ്ട്. പിന്നീട് 2007 ഇസ്ലാഹിൽ ഒരു ലേഖനം വരുന്നതോടുകൂടെ ഈ വിവാദത്തിന് ശക്തി കൂടുകയാണ്, ഈ വിവാദത്തിനൊരു കച്ചിത്തുരുമ്പ് കിട്ടുകയാണ്. ഞാൻ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് പറയുന്നു, കഴിഞ്ഞ പ്രഫ്കോൺ കാലത്തും അതിന്റെ മുൻപുള്ള പ്രഫ്കോൺ കാലത്തും ഒക്കെ ഈ വിവാദമുണ്ട്. 2007 2008 2009 2010 2011 അതിലെ ജനുവരിയിലുണ്ട്, ഫെബ്രുവരിയിലുണ്ട്, മാർച്ചിലുമുണ്ട്. അതുവരെ മുജാഹിദുകൾ എല്ലാവരും, എല്ലാ പണ്ഡിതന്മാരും പറഞ്ഞ ഉത്തരം ഒന്ന്. മർക്കസുദ്ദാവയിൽ നിന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപണം നടത്തിയപ്പോൾ ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിലെ ബഹുമാന്യരായ പലരെയും എന്നുവേണ്ട ആയിരക്കണക്കിന് മുജാഹിദുകൾക്കെതിരെ ശിർക്കാരോപണം നടത്തുന്ന ആളുകളൊക്കെ ഇസ്ലാഹു ഒരു കയ്യിൽ പൊക്കിപ്പിടിച്ച് തിങ്ങി നിറഞ്ഞ സദസ്സുകൾക്ക് മുന്നിൽ ശക്തമായി പറഞ്ഞു, ഇതിൽ ശിർക്കില്ല, ഇത് ശിർക്കല്ല, ഇത് ശിർക്കാണ് എന്ന് തെളിയിച്ചാൽ ഞങ്ങളുടെ പള്ളിയുടെ താക്കോല് നിങ്ങളുടെ കയ്യിൽ കൊണ്ടുവന്ന് തരാ പൂട്ടിയിട്ട്, പിന്നെ ഞങ്ങൾക്കൊരു പള്ളിന്റെ ആവശ്യമല്ല എന്നുവരെ 2011 പോലും പ്രസംഗിച്ച ആളുകൾ ഒരു ദിവസം ഇങ്ങോട്ട് തിരിഞ്ഞു നിന്ന് പറയുന്നു, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നവരാണ് എന്ന്. അവിടെയാണ് ബഹുമാനനായ CP സലീം പറയുന്ന ക്ലാരിഫിക്കേഷൻ നിങ്ങൾ അറിയേണ്ടത്. 2007 2008 2009 2010 2011 ജനുവരിയിലില്ലാത്ത, ഫെബ്രുവരിയിലില്ലാത്ത, മാർച്ചിലില്ലാത്ത ഒരു പുതിയ ശിർക്ക് അതെങ്ങനെയാണ് ഉണ്ടാവുക? അതിന്റെ ശേഷം ഇവിടെ ഒന്നുണ്ടായിട്ടില്ല. അന്നുള്ള ആ വരികളാണ് ഇപ്പോഴും വായിക്കുന്നത്. അന്ന് അതിനെ ശക്തമായി ഒരു സ്ഥലത്തല്ല, ഒരു മിനിറ്റല്ല, പ്രഫ്കോണിന്റെ വേദിയിലേക്ക് ഇതുപോലെ ചോദ്യം വന്നിട്ടുണ്ട്. ഇന്ന് ശിർക്ക് ആരോപിച്ച് നടക്കുന്ന ബഹുമാനരായ ചില ജേഷ്ഠ സുഹൃത്തുക്കൾ അന്ന് സദസ്സിനെ കൊണ്ട് ഉത്തരം പറയിപ്പിച്ചിട്ടുണ്ട്. എന്ത്? നിങ്ങൾ ആരെങ്കിലും ഇവിടെ ശിർക്ക് പഠിപ്പിക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ഇവിടെ ജിന്നുപൂജ പഠിപ്പിക്കുന്നുണ്ടോ? എന്റെ പ്രിയപ്പെട്ട സദസ്സ് അന്ന് ഉച്ചൈസ്തരം പറഞ്ഞിട്ടുണ്ട്, ഇല്ല എന്ന് അന്ന് നമ്മളൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ ആഴ്ചകളിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട നമ്മുടെ തന്നെ ചില പത്രങ്ങളിൽ കാണുന്നു, മുജാഹിദുകൾ മലപ്പുറത്ത് പ്രഫ്കോണുമായി കടന്നു വരുമ്പോൾ മുജാഹിദ് വിദ്യാർത്ഥി പ്രസ്ഥാനം മന്ത്രവാദത്തിലേക്കും അതേപോലെ തന്നെ ഇസ്മിന്റെ പെട്ടിയും പിടിച്ചു പോകുന്നിടത്തേക്കും കൊണ്ടുപോകുന്നു എന്ന ആരോപണം കേൾക്കുമ്പോൾ സുഹൃത്തുക്കളെ, മുഖത്ത് തല്ലിയാൽ അത്ര വേദന ഉണ്ടാകൂല. ഈ വിഷയം ഇവിടെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ഒരു പോയിന്റ് ഞാൻ നിങ്ങളോട് പറയുന്നു. നമ്മളും സൂക്ഷിക്കുക, നമ്മളും ശ്രദ്ധിക്കുക. മയ്യത്തും കട്ടില് എല്ലാവരുടേതും പള്ളിന്റെ മുന്നിൽ വരും. 1 കോടി രൂപയുടെ കടം തരാനുണ്ടയാൾ ഒരുപക്ഷെ അത് വിട്ടുകൊടുക്കും. ഇത്തരം ചില കാര്യങ്ങൾ ഒരുപക്ഷെ സൊഫിൽ നിൽക്കുന്നവർ വിട്ടുകൊടുത്തിട്ടില്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന മഹാദുരന്തത്തെക്കുറിച്ച് നമ്മൾ 1000 തവണ ആലോചിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാൻ. മുജാഹിദ് പ്രസ്ഥാനത്തിൽ ചിലർക്ക് ചില താല്പര്യങ്ങൾ, അതൊന്നും പറയണില്ല. ഇത് പ്രഫ്കോണിന്റെ വേദിയാണ്. ആ വേദിയിൽ അത് പറയാതിരിക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ചോദ്യകർത്താക്കൾ ചോദ്യവുമായി വരുമ്പോൾ ഒരുപക്ഷെ പ്രതികരിക്കേണ്ടി വരുമെന്നുള്ളത് മോഡറേറ്റർ തീരുമാനിക്കേണ്ട കാര്യമാണ്, അല്ലേ? മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും ഒന്നിച്ചു നിന്ന് പറഞ്ഞൊരു വിഷയം എങ്ങനെയാണ് മാർച്ച് മാസമായപ്പോ, ഏപ്രിൽ ആയപ്പോ അതിന് രൂപം മാറിയത്? ശിർക്കിനെ ന്യായീകരിച്ച്, ശിർക്കായിരുന്നെങ്കിൽ എന്തിനാ ന്യായീകരിച്ചത്? അതിന്റെ ഉത്തരം ഇതാണ്.
മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്കറിയാത്ത കുറെ കാര്യമുണ്ട്. ഇതിന്റെ ഉള്ളിൽ നടന്ന കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യത്തെ മൂടി വെക്കാനുള്ള ബോധപൂർവമായ ഒരു ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇത്. ചില സ്ഥലത്തൊക്കെ ഈ വിഷയം പറയേണ്ടി വന്നപ്പോൾ പറഞ്ഞൊരു ഉദാഹരണം ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യണം. ഒരാളിങ്ങനെ ഒരു ഒലക്കൊണ്ട് ഇങ്ങനെ ഇടിക്കുക ഒരലില്. അപ്പൊ വേറൊരുത്തം വന്നിട്ട് ചോദിച്ചു, ഈ ഒരലിന്റെ ഒരലുമെന്നാണോ ഒച്ച, അതല്ല ഒലക്കമെന്നാണോ ഒച്ച? അപ്പൊ അവൻ ആ ഒലക്കൊക്കെ അവിടെ വെച്ചിട്ട് ഓൻ ഇങ്ങനെ നിന്ന് ചിന്തിച്ച് എവിടുന്നാ അപ്പൊ ശരിക്കും ഒച്ച? അപ്പൊ അവൻ ആവേശമായി. അപ്പൊ മറ്റോന്റെ അടുത്തേക്ക് വേറൊരുത്തൻ ഇങ്ങനെ ഇടിക്കുന്നുണ്ട്. അവന്റെ അടുത്തേക്ക് എന്നിട്ട് ചോദിച്ചു, അല്ല ഇത് ശരിക്ക് ഈ ഒലക്കമെന്നാണോ ഒരലുമെന്നാണോ? ഇവന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഈ പണി മുടങ്ങണം. അപ്പൊ അവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇതേപോലെ ഒലക്കൊരു ഭാഗത്ത് വെച്ചിട്ട് അവന്റെ മോന്തൊക്കെ ഒന്ന് കൊടുത്തിട്ട് ചോദിച്ചു, ഇപ്പൊ ഉണ്ടായ ഒച്ച മോന്തമ്മെന്നാണോ അതോ കയ്യുമെന്നാണോ എന്ന് പറഞ്ഞതുപോലത്തെ ഒരു ഒരലിന്റെ മസലയാണത്. ഇത് 2011 വരെ ഒരു പ്രശ്നമല്ലാത്തൊരു കാര്യം ഒരു ദിവസം പ്രശ്നമാക്കുന്നു. എങ്ങനെ എന്ന ചോദ്യം, ആ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് കിട്ടണം അല്ലേ? ആ ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണം. 2011 മാർച്ച് വരെ ഈ വിഷയത്തിൽ മുജാഹിദുകൾക്കെതിരിൽ ശിർക്ക് ആരോപിച്ച് നിന്നിരുന്ന ചില ആളുകൾ ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ ഇപ്പുറത്ത് പ്രത്യക്ഷപ്പെടുന്നു. എന്നിട്ടോ പ്രത്യക്ഷപ്പെട്ടിട്ട് അവര് സമൂഹത്തോട് പറയുന്നു, കുറച്ച് ദിവസം ഇങ്ങനെ മിണ്ടാതെ നിന്ന് പിന്നെ പറയുന്നു, പിന്നെ വിശദീകരണം മുഖാമുഖമൊക്കെ ആയിട്ട് രംഗത്ത് വരുന്നു. മറുപക്ഷത്ത് തൗഹീദിൽ നിൽക്കെ, മടവൂർ വിഭാഗത്തിൽ തൗഹീദിൽ നിൽക്കെ ഒരു ദിവസം മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് കയറി വന്ന് കുറെ കാലം മിണ്ടാതെ നിന്ന് അവസരം വന്നപ്പോ ആ പഴയ നോട്ടെടുത്ത് വീണ്ടും പ്രസംഗം തുടങ്ങുന്നു. അപ്പോൾ തൗഹീദിൽ നിന്ന് എന്തിനാ ശിർക്കുക്ക് പോകുന്നത്? രക്ഷിക്കാനാ? അങ്ങനെയാണെങ്കിൽ അത് പറയണം. പറഞ്ഞാൽ വീണ്ടും ഒരുപാട് ഉപചോദ്യങ്ങളുണ്ട്. അതുകൊണ്ട് ഈ പോയിന്റ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ഇവിടെ എഴുതി കിട്ടിയ ഒരു ചോദ്യം സ്ക്രീനിൽ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ കാണാം. ഡോക്ടർ കെ സക്കരിയ സ്വലാഹിയുടെ അഭിപ്രായം അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനിയും ശിർക്കാരോപണം നടത്തുന്നവർ പ്രവാചകന്റെ ഹദീസ് ഓർക്കുക, ഒരാൾക്ക് എതിരിൽ ശിർക്ക് ഇല്ലാത്തയാൾക്കെതിരിൽ ശിർക്കാരോപിച്ചാൽ അത് തിരിച്ചു വരും. സുഹൃത്തുക്കളെ, പോസ്റ്റർ ഒട്ടിച്ച് തഹജ്ജുദ് നിസ്കരിച്ച് ഒരിക്കലും നമ്മൾ നഷ്ടത്തിൽപ്പെടരുത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ഇവിടെ ഒരു ചോദ്യം നമ്മുടെ എഴുതി കിട്ടിയത് ഇവിടെ സ്ക്രീനിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ജിന്നിനെ മനുഷ്യനെ ഏതെങ്കിലും രീതിയിൽ സഹായിക്കാൻ സബബായി, അതായത് കാരണമാക്കി തന്നിട്ടുണ്ടോ? മുശ്രിക്കായ ജിന്നിനോട് ചോദിച്ചാൽ ഷിർക്കാണെങ്കിൽ മുശ്രിക്കായ മനുഷ്യനോട് ചോദിച്ചാലും ഷിർക്കാവില്ലേ? ഫൈസൽ മൗലവി അത് വിശദീകരിക്കണം. അതിനിടയിൽ നമ്മുടെ ഒരു സഹോദരിയുടെ ഒരു കുറിപ്പ് ഇവിടെ നമ്മുടെ എല്ലാവരുടെയും പ്രാർത്ഥനയ്ക്ക് വേണ്ടി വായിക്കുകയാണ്. പാമ്പാടി നെഹ്റു ഫാർമസി കോളേജിലെ 4ാം വർഷ ബിഫാം വിദ്യാർത്ഥിനിയായ റിസാന ഇന്ന് വൈകുന്നേരം അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരമേകി കടന്നുപോയ ദുഃഖവാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. നാളെ രാവിലെ 10 മണിക്കാണ് അവരുടെ ജനാസ നമസ്കാരം നടക്കുന്നത്. നമ്മളുടെ കൂടെ ഇത്തരം ഇസ്ലാമികമായ സദസ്സുകളിൽ പങ്കെടുക്കേണ്ടിയിരുന്ന നമ്മുടെ ഒരു സഹോദരി അള്ളാഹുവിന്റെ അവധിയായപ്പോൾ പടച്ചവനിലേക്ക് യാത്രയായിട്ടുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന പ്രത്യേകമായ വസിയത്ത് ഇവർ നൽകിയിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജിന്നുകൾക്ക് മനുഷ്യരെ സഹായിക്കാനും അതുപോലെ ഉപദ്രവിക്കാനും ഉള്ള വല്ല സബബുമുണ്ടോ? അങ്ങനെ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടോ എന്നതാണ്. സബബ് എന്നുള്ളത് തൗഹീദും ശിർക്കും വിശദീകരിക്കുന്നിടത്ത് നാം ഉപയോഗിക്കുന്നത് ഒരു നിമിത്തം അല്ലെങ്കിൽ കാര്യകാരണ ബന്ധം എന്ന അർത്ഥത്തിലാണ്. ഏത് സൃഷ്ടിയും പ്രവർത്തിക്കുന്നത് ആ സൃഷ്ടിക്ക് അല്ലാഹു തആല നിശ്ചയിച്ച ഒരു സംവിധാനത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അതാണ് യഥാർത്ഥത്തിൽ സബബ്. ഓരോന്നിനെയും എടുത്തിട്ട് ഇത് നിനക്ക് സബബാണ്, അത് നിനക്ക് സബബാണ് എന്ന് പ്രത്യേകം പഠിപ്പിക്കേണ്ടെന്നൊരാവശ്യം ആ രംഗത്ത് ഇല്ല. ഏത് സൃഷ്ടിക്കും അല്ലാഹു നിശ്ചയിച്ച ഒരു സംവിധാനം, അതിൻ്റെതായ ഒരു ഭൗതികത, അതിൻ്റെതായ ഒരു പ്രകൃതം, അതിൻ്റെതായ ഒരു കാര്യകാരണ ബന്ധം, അതാണ് സബബ് എന്ന പദം കൊണ്ട് തൗഹീദും ശിർക്കും വിശദീകരിക്കുന്നിടത്ത് നാം ഈ കാലം വരെയും ഉദ്ദേശിച്ച് പോന്നിട്ടുള്ളത്. ആ ഒരു അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ജിന്നുകളിൽപ്പെട്ട പലരും മനുഷ്യരിൽപ്പെട്ട പലരുമായും ബന്ധങ്ങളും ഇടപാടുകളും ഒക്കെ ഉണ്ടാക്കുമെന്നത് പ്രമാണ വിരുദ്ധമല്ല. അതുകൊണ്ടാണല്ലോ സിഹിറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ നാം തയ്യാറായത്. അതുകൊണ്ടാണല്ലോ കണ്ണീറിന് യാഥാർത്ഥ്യമുണ്ട് എന്ന് വിശ്വസിക്കാൻ നാം തയ്യാറായത്. അവിടെയെല്ലാം പൈശാചികമായ ഇടപെടലുകൾ ഉണ്ട് എന്ന് തന്നെയാണ് ഹദീസിൽ നിന്ന് ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
സിഹിർ ചെയ്യുന്ന സാഹിർ, മായാജാലക്കാരൻ, അവൻ ഉപയോഗപ്പെടുത്തുന്നത് പിശാചനെയാണ്. അതേപോലെയുള്ള പല മേഖലകളിലും പൈശാചികമായ സഹായങ്ങളും പൈശാചികമായ ഉപദ്രവങ്ങളും. പിശാച്ച് എന്ന് പറയുമ്പോൾ ജിന്നിൽപ്പെട്ട ദുഷിച്ചവനാണല്ലോ പിശാച്ച്, ശൈത്താൻ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ ജിന്നുകളെ പ്രകൃതത്തിന്റെ ഭാഗം തന്നെയാണ് മനുഷ്യരുമായി അത്തരം ചില ഇടപാടുകൾ നിർവഹിക്കാൻ അവർക്ക് സാധിക്കുക എന്നുള്ളത്. ആ ഒരു ഇടപാടുകൾ അവരുടെ സബബിൽ നിന്നുകൊണ്ട്, അവരുടെ കാര്യകാരണ ബന്ധത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അവരുടെ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന ചില ചെയ്തികൾ, മനുഷ്യരുമായി ബന്ധപ്പെടുന്ന, മനുഷ്യരുമായി ഇടപെടുന്ന ചില മേഖലകളിൽ അവർ നിർവഹിക്കാം എന്ന് തന്നെയാണ് പ്രമാണങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുണ്ട് എന്ന് വിശ്വസിക്കൽ ഒരിക്കലും ശിർക്കല്ല. എന്നാൽ ആ സബബുകൾക്ക് അപ്പുറമായി ഇടപെടാൻ കഴിയുമെന്ന വിശ്വാസമോ അത് ശിർക്ക് തന്നെയാണ്. മനുഷ്യനാവട്ടെ, ജിന്നാവട്ടെ, മലക്കാവട്ടെ, മറ്റേത് സൃഷ്ടിയാവട്ടെ, ആ സൃഷ്ടികളെല്ലാം പ്രവർത്തിക്കുന്നത് ആ ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, ഈ ഭൂമിയിൽ നാം ഒരു ചെടി നട്ട് മുളപ്പിക്കുന്നുവെങ്കിൽ മനുഷ്യനാണെങ്കിലും ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും അതൊന്നുമല്ലാത്ത മറ്റേത് ജീവിയാണെങ്കിലും അതിന് അവൻ വിനിയോഗിക്കുന്ന ഒരു സംവിധാനമുണ്ട്. കുഴിയെടുക്കണം, വിത്തിടണം, വളമിടണം, വെള്ളമൊഴിക്കണം, പരിചരിക്കണം, അങ്ങനെ അത് മുളച്ച് പൊങ്ങി വളർന്നു വരണം. എന്നാൽ റഹ്മാനായ റബ്ബ് ഒരു സ്ഥലത്ത് ഒരു മരം മുളപ്പിക്കാൻ ഉദ്ദേശിച്ചാൽ ഈ സംവിധാനം ഒന്നും റബ്ബിന് ആവശ്യമില്ല. ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ അത് ഉണ്ടാവട്ടെ എന്ന് പറയേണ്ട താമസം അത് ഉണ്ടായിത്തീരുന്നു. അവിടെ ഈ സംവിധാനം ആവശ്യമില്ല, ഈ സബബ് ആവശ്യമില്ല. അപ്പോൾ സബബുകൾക്കപ്പുറമായി പ്രവർത്തിക്കുന്നവൻ, സബബുകൾ ആവശ്യമില്ലാത്തവൻ, കാരണ ബന്ധങ്ങൾക്ക് അധീനമായി ഇടപെടുന്നവൻ, അതീതമായി പ്രവർത്തിക്കുന്നവൻ റഹ്മാനായ റബ്ബ് മാത്രം. ഇങ്ങനെ ഈ സബബ് ഇല്ലാതെ പ്രവർത്തിക്കാൻ ഒരു മനുഷ്യനാകുമെന്ന് മറ്റൊരു മനുഷ്യൻ വിശ്വസിച്ചാൽ അവന്റെ വിശ്വാസം ശിർക്കായി. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ശൈഖ് സഹായിക്കുമെന്ന, മുഹീദ്ദീൻ ശൈഖ് വിളി കേൾക്കുമെന്ന, മുഹീദ്ദീൻ ശൈഖ് നമ്മെ കാണുമെന്ന, മുഹീദ്ദീൻ ശൈഖ് നമ്മുടെ സഭയിൽ ഹാജരാകുമെന്ന വിശ്വാസം സമുദായത്തിൽ പലരും വെച്ചു പുലർത്തിയപ്പോൾ ആ വിശ്വാസം തന്നെ ശിർക്കാണ് എന്ന് നാം പറഞ്ഞു കൊടുത്തത്. കാരണം ഇറാഖിലെ ബഗ്ദാദിൽ 1000ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് മരിച്ചു മറപ്പെട്ടുപോയ മഹാനായ മുഹീദ്ദീൻ ശൈഖ് എന്ന ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന് നമ്മുടെ ഈ സംസാരം കേൾക്കാൻ, നമ്മെ കാണാൻ, നമ്മുടെ ഈ സഭയിൽ ഹാജരാവാൻ ഭൗതികമായ സംവിധാനമില്ല, സബബുകൾ ഇല്ല. എന്നാൽ ആ സബബുകൾ ഇല്ലാഞ്ഞിട്ടും, ആ ഭൗതിക സംവിധാനമില്ലാഞ്ഞിട്ടും ശൈഖ് ഈ ശബ്ദം കേൾക്കുമെന്നും നമ്മെ കാണുമെന്നും ഈ സദസ്സിൽ ഹാജരാകാമെന്നും ഒരാൾക്ക് വിശ്വസിക്കണമെങ്കിൽ ഈ സബബുകൾ ഒന്നുമില്ലാതെ, ഈ കാരണങ്ങളും നിമിത്തങ്ങളും ഒന്നുമില്ലാതെ സബബുകൾക്കതീതമായി ഉള്ള കാഴ്ചയും കേൾവിയും അതേപോലെയുള്ള കഴിവുകളുമെല്ലാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്നുവെങ്കിൽ ആ ശൈഖ് ഈ സദസ്സ് കാണുമെന്ന്, ആ ശൈഖ് നമ്മെ കാണുമെന്ന്, ആ ശൈഖ് നമ്മുടെ ശബ്ദം കേൾക്കുമെന്ന് വിശ്വസിക്കാനാകൂ. ആ വിശ്വാസം തന്നെ നാഥനിൽ പങ്കുചേർക്കലാണ്, അള്ളാഹുവിൽ ശിർക്ക് വെക്കലാണ്. അതേസമയം ഒരു മലക്ക് ഇപ്പോൾ നമ്മെ കാണുന്നുണ്ടാകാമെന്നോ, ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാമെന്നോ, ഇത് രേഖപ്പെടുത്തുന്നുണ്ടാകാമെന്നോ, ഈ സദസ്സിൽ ഒരു മലക്കുണ്ടാകാമെന്നോ ഒരാൾ വിശ്വസിച്ചാൽ അത് സബബിനപ്പുറമുള്ള വിശ്വാസമല്ല. ഒരു ജിന്ന് ഈ കൂട്ടത്തിലോ ഈ ഒരു പ്രദേശത്തോ ഉണ്ടാകാമെന്ന് ഒരുത്തം വിശ്വസിച്ചാലോ, ഒരു ജിന്ന് ഒരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്നുണ്ടാകാമെന്നോ, ഈ സദസ്സിനെ കാണുന്നുണ്ടാകാമെന്നോ ഒരുത്തം വിശ്വസിച്ചാലോ ആ വിശ്വാസം ശിർക്കല്ല. എന്തുകൊണ്ട്? അവിടെ സബബിനപ്പുറമുള്ള കാഴ്ചയോ, സബബിനപ്പുറമുള്ള കേൾവിയോ, സബബിനപ്പുറമുള്ള ഒരു സംവിധാനമോ ജിന്നിനുണ്ട് എന്ന് വിശ്വസിക്കേണ്ട ആവശ്യം ഇത് വിശ്വസിക്കാൻ ഒരു മനുഷ്യനുണ്ടാകുന്നില്ല. എന്നാൽ ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും സബബിനപ്പുറമുള്ള കാഴ്ചയുണ്ടെന്ന്, കേൾവിയുണ്ടെന്ന്, കഴിവുണ്ടെന്ന്, സഹായിക്കുമെന്ന്, ഉപദ്രവിക്കുമെന്ന്, ഇടപെടുമെന്ന് എപ്പോൾ വിശ്വസിക്കുന്നുവോ ആ വിശ്വാസം ശിർക്കായി. ആ അടിസ്ഥാനത്തിൽ വിളിക്കുന്നുവെങ്കിൽ ആ വിളിയും ശിർക്കായി. രണ്ടാമതൊന്നുള്ളത്, മുശ്രിക്കായ ഒരു ജിന്നിനുള്ള ചോദ്യം ശിർക്കാണെങ്കിൽ മുശ്രിക്കായ മനുഷ്യനുള്ള ചോദ്യവും ശിർക്കാവേണ്ട. എന്നാൽ ആരോടായി എന്നതല്ല ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്, ഏത് മാനദണ്ഡത്തിലായി എന്നതാണ് അതിന്റെ അടിസ്ഥാനം. ഒരാളോട് ചോദിച്ചുവെന്നതോ, ഒരു മൃഗത്തോട് ചോദിച്ചുവെന്നതോ, അതല്ലാത്ത മറ്റു സൃഷ്ടിയോട് ചോദിച്ചുവെന്നതോ അല്ല ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്. മുസ്ലിമിനോട് ചോദിച്ചാലോ കാഫിറിനോട് ചോദിച്ചാലോ ആ ഒരു ബേസിലുമല്ല ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത്. ഒരു കാഫിറായ മനുഷ്യനോട് പ്രാർത്ഥിച്ചാൽ ശിർക്കാണെങ്കിൽ മുസ്ലിം മനുഷ്യനോട് പ്രാർത്ഥിച്ചാലും
ഷിർക്ക് തന്നെയാണ്. കാഫിറായ ജിന്നിനോട് പ്രാർത്ഥിച്ചാൽ ഷിർക്കാണെങ്കിൽ മുസ്ലിമായ ജിന്നിനോട് പ്രാർത്ഥിച്ചാലും ഷിർക്ക് തന്നെയാണ്. അതേപോലെ മൃഗത്തോട് പ്രാർത്ഥിച്ചാലും ഷിർക്ക് തന്നെയാണ്. ഒരു മരത്തിനോട് പ്രാർത്ഥിച്ചാലും ഷിർക്ക് തന്നെയാണ്. അപ്പോൾ ആരോട് എന്നല്ല, ഏതടിസ്ഥാനത്തിൽ, ഏത് മാനദണ്ഡത്തിലാണ് ഇവന്റെ ചോദ്യമുള്ളത്, എന്താണ് ഇവന്റെ വിശ്വാസം എന്നതാണ് അടിസ്ഥാനമായ ഘടകം തന്നെ. അതുകൊണ്ടാണ് മുഹീദ്ദീൻ ഷെയ്ഖെ സഹായിക്കണേ എന്ന ചോദ്യം ഷിർക്കായി തീർന്നത്. മുഹീദ്ദീൻ ഷെയ്ഖ് മുസ്ലിം അല്ലാഞ്ഞിട്ടല്ല, മുഹീദ്ദീൻ ഷെയ്ഖ് മനുഷ്യനല്ലാഞ്ഞിട്ടല്ല, മുസ്ലിമായിട്ടും മനുഷ്യനായിട്ടും മുഹീദ്ദീൻ ഷെയ്ഖെ എന്ന ചോദ്യം ഷിർക്കായി മാറിയത് ഈ വിശ്വാസമാണ് അതിന് ആധാരം. ഷെയ്ഖിന് എന്റെ ശബ്ദം കേൾക്കാനാകുമെന്ന്, എന്നെ കാണാനാകുമെന്ന്, എന്റെ വിളി കേൾക്കാമെന്ന്, എന്റെ പ്രശ്നമറിയാമെന്ന്, അതിന് ഇടപെടാൻ സാധിക്കുമെന്ന്, അതിന് പരിഹാരം നൽകാൻ സാധിക്കുമെന്ന് ഇവൻ വിശ്വസിക്കുന്നു. കാരണം അവൻ പഠിച്ചത് അങ്ങനെയാണ്. വല്ലാ നിലത്തീനും എന്നെ വിളിപ്പോർക്ക് ബൈബിൾ അത് തീരം ചെയ്യും ഞാനെന്നോ പറഞ്ഞ് എവിടുന്ന് വിളിച്ചാലും ശരി, ഭാഷ പ്രശ്നമില്ല, ദേശം പ്രശ്നമില്ല, കാലം പ്രശ്നമില്ല, സമയം പ്രശ്നമില്ല, ആവശ്യം പ്രശ്നമല്ല. എപ്പോൾ എവിടുന്ന് ഏത് ഭാഷയിൽ ആരെന്തിനു വേണ്ടി എങ്ങനെ വിളിച്ചാലും ശരി, ആ വിളികളെല്ലാം വായ മൂടും മുമ്പ് അവിടെ എത്തുകയും കേൾക്കുകയും അറിയുകയും ഉത്തരം ചെയ്യുകയും ചെയ്യുമെന്ന് കോഴിക്കോട്ടുകാരൻ ഖാദി മുഹമ്മദ് നമസ്യാർ എഴുതി വെച്ച മുഹീദ്ദീൻ മാലയിലൂടെ പഠിപ്പിച്ചെങ്കിൽ അത് വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങൾ, അത് വിശ്വസിക്കുന്ന നമ്മുടെ നാട്ടിലെ മഹാഭൂരിപക്ഷം എന്ന ആളുകൾ, അവർ ഷെയ്ഖേ എന്ന് വിളിക്കുമ്പോൾ ഈ വിശ്വാസം അവന്റെ ഉള്ളിലുണ്ട്. ആ വിശ്വാസമാണ് ശിർക്ക്. അടിസ്ഥാനത്തിലെ ചോദ്യമാണ് ദുആ, പ്രാർത്ഥന, ശൈഖിനുള്ള ആരാധന, റബ്ബിൽ പങ്കുചേർക്കൽ. അത് ജിന്നിനോടായാലും ശിർക്ക്, മലക്കിനോടായാലും ശിർക്ക്, മുസ്ലിമിനോടായാലും ശിർക്ക്, അമുസ്ലിമിനോടായാലും ശിർക്ക്, ഏതു സൃഷ്ടിയോടായാലും അതെല്ലാം പ്രപഞ്ചനാഥനിൽ പങ്കുചേർക്കലാണ്, ബഹുദൈവ ആരാധനയാണ്, ബഹുദൈവ വിശ്വാസമാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. അത് വകവെച്ചു കൊടുക്കാതെ ഏതു സൃഷ്ടിയും ആ സൃഷ്ടിക്ക് നിശ്ചയിക്കപ്പെട്ട സബബ്, ആ സൃഷ്ടിക്ക് നിശ്ചയിക്കപ്പെട്ട സംവിധാനം, ആ സൃഷ്ടിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു കാര്യകാരണ ബന്ധം, ആ സൃഷ്ടിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു പ്രകൃതം, ആ സൃഷ്ടിക്ക് നിശ്ചയിക്കപ്പെട്ട ഒരു ഭൗതിക സംവിധാനം, ആ സംവിധാനത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് ആ സൃഷ്ടി എന്നെ കാണാമെന്നോ, എന്നെ കേട്ടേക്കാമെന്നോ, എന്റെ മുമ്പിൽ വരാമെന്നോ, അതേപോലെ പോകാമെന്നോ, ഓടാമെന്നോ, ചാടാമെന്നോ വിശ്വസിച്ചാൽ ശിർക്കല്ല. ആ ശിർക്കും തൗഹീദും വേർതിരിക്കുന്നത് വിശ്വാസമാണ്. വിശ്വാസാടിസ്ഥാനത്തിന് മുമ്പ് പുറത്തേക്ക് വരുന്ന വിളികളാണ് പ്രാർത്ഥനയായും പ്രാർത്ഥന അല്ലാതായുമെല്ലാം വേർതിരിക്കപ്പെടുന്നത് എന്ന് കൂടി നാം തിരിച്ചറിയുക. അസ്സലാമു അലൈക്കും. ഒരു ചോദ്യത്തിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ വിഷയം, എല്ലാ വിഷയങ്ങളും പൂർണ്ണമായി ഒരു സമ്മേളനത്തിൽ വെച്ച് മാത്രം വിശദീകരിക്കുവാനോ പഠിപ്പിക്കുവാനോ കഴിയില്ല. സഹോദരങ്ങളെ, ഇത് നമ്മുടെ വ്യക്തിപരമായ അന്വേഷണത്തിലും മതപരമായ പഠനത്തിലും വന്നു ചേരേണ്ട വിഷയങ്ങളാണ്. ഇതിൽ കൃത്യമായ നിലപാടുണ്ടാക്കുക എന്നുള്ളത് നമ്മളുടെ പരലോകവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അതെല്ലാം ഇസ്ലാമികമായി അതിനെ സമീപിക്കാനും വ്യക്തികളോടോ സംഘങ്ങളോടോ സംഘടനകളോടോ എന്തെങ്കിലും നിലക്കുള്ള പക്ഷപാതമില്ലാതെ സത്യത്തോട് മാത്രം 100% പക്ഷപാതിത്വം കാണിച്ചുകൊണ്ട്, താല്പര്യം കാണിച്ചുകൊണ്ട് സത്യം പഠിക്കാൻ നിങ്ങൾ എല്ലാവരും തയ്യാറാകണം എന്നാണ് ഈ വിഷയത്തിന് ഇനി ഒരു ചോദ്യവും അനുവദിക്കാത്ത രൂപത്തിൽ എനിക്ക് സൂചിപ്പിക്കുവാനുള്ളത്. അതേസമയം ബഹുമാനായ ഫൈസൽ മൗലവി രചിച്ച പ്രാർത്ഥന, തൗഹീദ്, വിവാദങ്ങളും വസ്തുതകളും എന്ന ലളിതമായ പുസ്തകം ഇത്തരം വിഷയങ്ങളിൽ നമുക്ക് ഇസ്ലാമികമായ നിലപാട് സ്വീകരിക്കുവാൻ ഉപകരിക്കും. അത് ഇവിടെ ഇന്ന് പ്രകാശനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. 50 രൂപ മുഖവിലയുള്ളത് പ്രോഫ്കോൺ നഗരിയിൽ 30 രൂപയ്ക്ക് ലഭിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ചോദ്യം ബഹുമാനായ ഹാരിസ് ബിൻ സലീമിനോടാണ്. ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോഴും മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുമ്പോഴും പലപ്പോഴും അറിയാതെ തെറ്റുകളിൽ ചെന്നു വീഴുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ ഇസ്ലാമികമായ പ്രായോഗികമായ നിർദ്ദേശങ്ങൾ വിശദീകരിക്കാമോ? അസ്സലാമു അലൈക്കും. സഹോദരങ്ങളെ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ് നമ്മുടെ ജീവിതത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നിരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ഒരു സ്വകാര്യമായ നിലക്ക് ഒരു സംസാരം ആവശ്യമുണ്ട് എന്ന് നമ്മുടെ സുഹൃത്തുക്കൾ എപ്പോഴെങ്കിലും പറയുമ്പോൾ അതിലെപ്പോഴും വരാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്. പൊതുവെ ഏതൊരു തിന്മകളാണെങ്കിലും അതിന് തടസ്സം നിൽക്കുന്ന അനേക ഘടകങ്ങളിൽ ഒരു ഘടകം മറ്റുള്ളവർ കാണും എന്നതാണ്. മറ്റുള്ളവർ കാണുന്നു എന്ന് തെറ്റ് ചെയ്യാൻ ഒരു പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ നമ്മുടെ ക്യാമ്പസിൽ വെച്ചുകൊണ്ട് ഒരു ആൺകുട്ടി പെൺകുട്ടിയോട് ദീർഘനേരം സംസാരിക്കുന്നത് കണ്ടാൽ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്ന ഒരു ധാരണ ആ തെറ്റിൽ നിന്ന് പിന്തിരിയുന്നുണ്ട്. ഒരു സിഗരറ്റ് വലിക്കുമ്പോൾ പോലും അത് മറ്റുള്ളവർ കാണുന്നു എന്ന ഒരു ഭയം അതിൽ നിന്ന് തൽക്കാലമെങ്കിലും നമ്മളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ സ്വന്തം ഫോണിൽ
മറ്റാർക്കും ഉപയോഗിക്കാൻ പറ്റാത്ത, കണ്ടുപിടിക്കാൻ പറ്റാത്ത നമ്മുടെ ഫോണിലും അതേപോലെ നാം ഉപയോഗിക്കുന്ന നെറ്റിലും എല്ലാം പലപ്പോഴും ഇത്തരം തെറ്റുകളിലേക്ക് ആരെങ്കിലും പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് മറ്റൊരാൾ കാണുമെന്ന ഒരവസ്ഥ ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ സ്വകാര്യ ജീവിതത്തിൽ നിരന്തരം ആവർത്തിക്കപ്പെടുകയും അതൊരു പക്ഷേ നാം തന്നെ വിചാരിച്ചാലും നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ അത്തരം ഒരവസ്ഥ വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നെറ്റ്, അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണുകൾ ഇത് ഉപയോഗിക്കാതിരിക്കുക എന്നൊരവസ്ഥ ഒരിക്കലും ഉണ്ടാവുന്ന ഒരു സാഹചര്യമില്ല. സ്വാഭാവികമായും അത് എന്നും നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും അവിഭാജ്യ ഘടകമായതുകൊണ്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഫോൺ, നമ്മൾ ഉപയോഗിക്കുന്ന ഇന്റർനെറ്റ് എല്ലാം നാളെ നാം തിന്മ ചെയ്തു എന്ന് തെളിയിക്കപ്പെടുന്ന സാക്ഷികളായി പരലോകത്ത് വരാതിരിക്കാൻ ഉള്ള സൂക്ഷ്മത തന്നെയാണ് അത് തടയാനുള്ള ഒന്നാമത്തെ വഴി. നമ്മൾ നമ്മുടെ ഫോൺ അതിലുപയോഗിക്കുന്ന അതിന്റെ ഗാലറിയും അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യങ്ങളും അതിന്റെ കോണ്ടാക്ട്സും എല്ലാറ്റിലും നമ്മളെ പ്രതിനിധീകരിക്കുന്നുള്ള സത്യമാണ്. ഞാൻ ആരാണോ അത് എന്റെ കോണ്ടാക്ട്സ് നോക്കിയാൽ മനസ്സിലാവും. ഇപ്പൊ സാധാരണ കുറ്റാന്വേഷണങ്ങളിലുള്ള ഒരു അനുഭവം നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഒരു കുറ്റവാളിയുടെ സൂക്ഷിച്ചുപയോഗിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റവാളിയുടെ ഫോണിൽ നിന്നും അയാളെ പൂർണ്ണമായും മനസ്സിലാക്കാൻ ഇന്ന് കുറ്റാന്വേഷണം നടത്തുന്ന ആളുകൾക്ക് പറ്റും. നമ്മയാണ് നമ്മുടെ ഫോൺ പ്രതിനിധീകരിക്കുന്നത്. നമ്മുടെ തിന്മകൾക്ക് സാക്ഷിയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഫോണിലും ഇന്റർനെറ്റിലുമുള്ള എല്ലാ കാര്യങ്ങളും. ഇനി ഏതെങ്കിലും അവസ്ഥയിൽ ഇത്തരം തിന്മയിൽ പെട്ടുപോയ ആളുകളുണ്ടെങ്കിൽ അത് ഒരു അഡിക്ഷൻ വരുന്ന തിന്മകൾ തന്നെയാണ്. ഞാൻ അടുത്ത കാലങ്ങളിൽ കേട്ട, എനിക്ക് തന്നെ വിശ്വസിക്കാൻ പ്രയാസം തോന്നിയ ഒരു കാര്യമാണ്. സ്ഥിരമായി രാത്രി ഒരു പ്രത്യേക സമയത്ത് നെറ്റിൽ ഇത്തരം അശ്ലീലങ്ങൾ കണ്ടിരുന്ന ഒരു വ്യക്തി, അദ്ദേഹം വളരെയധികം ജീവിതത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമായിട്ടും ആ തിന്മയിൽ നിന്ന് വിട്ടുമാറാൻ അദ്ദേഹത്തിന് സാധിച്ചില്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. അതൊരു നിസ്സഹായത, അദ്ദേഹം പറയുന്ന നിസ്സഹായത കേട്ടാൽ നമുക്ക് തന്നെ ഭയം വന്നു ചേരും. ആ ഒരു ടൈം ഉണ്ടാകുമ്പോൾ രാത്രി ആ സമയമായി കഴിഞ്ഞാൽ അയാൾ എത്ര നിയന്ത്രിക്കാൻ ശ്രമിച്ചാലും അറിയാതെ കമ്പ്യൂട്ടറിന്റെ മുന്നിലെത്തും. ആ ചിത്രങ്ങൾ കാണാനും അത്തരം സൈറ്റുകളിലേക്ക് പോകാനും അയാളുടെ മനസ്സ് അയാളെ പ്രേരിപ്പിക്കും. സ്വാഭാവികമായും ജീവിതത്തിൽ അത് തുടങ്ങി വെച്ച് അവസാനിപ്പിക്കാൻ കഴിയാതെ എങ്ങാനും നാം ഈ ലോകം വിട്ടു പോകേണ്ടി വന്നാൽ ഇതിന് തൊട്ടു മുമ്പ് യൗമുൽ ഹിസാബിനെ കുറിച്ച്, പരലോകത്തെ കുറിച്ചൊക്കെ നമ്മൾ കേട്ട ക്ലാസുകൾ നമ്മുടെ മനസ്സിൽ ഓടി വരേണ്ടതുണ്ട്. നിരന്തരമായ തിന്മയുടെ കൂമ്പാരങ്ങളുമായിട്ടായിരിക്കും പോകേണ്ടി വരിക എന്ന കാര്യം നമ്മൾ തീർച്ചയായും ഭയപ്പെടണം. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ തിന്മകൾ നമ്മുടെ സെക്ഷൽ ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള എന്തെങ്കിലും കാഴ്ചകളോ സ്വാധീനങ്ങളോ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് നിയന്ത്രിക്കാനുള്ള ഏറ്റവും ഒന്നാമത്തെ മാർഗം, ഖുർആൻ പറഞ്ഞ മാർഗമാണ്, പരീക്ഷിച്ചാൽ പരാജയപ്പെടൂല. ഒന്നാമത്തെ മാർഗം ഞാൻ കാണുകയില്ലെന്ന് തീരുമാനിക്കുക തന്നെയാണ്. നോക്കില്ലെന്ന് തീരുമാനിക്കും. നമ്മൾ കാണണ്ടെന്ന് വിചാരിച്ചാൽ കൺമുമ്പിൽ വന്നാലും നമ്മളത് കാണാതെ പോകും. അതുകൊണ്ട് നോക്കില്ലെന്ന് തീരുമാനിച്ചാൽ അതിന്റെ അടുത്ത കാര്യങ്ങൾ നമുക്ക് നിയന്ത്രണ വിധേയമാകും. കണ്ണ് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കണ്ണുകളെ താഴ്ത്താൻ നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് നിയന്ത്രിക്കാൻ നമ്മൾ തയ്യാറാവണം. ഇവിടെ നിന്നും നമ്മുടെ കൈവശമുള്ള ഫോൺ പ്രോഫ്കോൺ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായ മാറ്റം നമ്മുടെ ഫോണിൽ വരുത്തിയില്ലെങ്കിൽ നമ്മുടെ മാറ്റത്തെ വീണ്ടും തിരിച്ചു കൊണ്ടുവരാൻ ആ ഫോണിന് കഴിയും. നാം തിരിച്ചറിയേണ്ടതുണ്ട്, നമ്മൾ മാറ്റത്തിന്റെ തീരുമാനങ്ങൾ ഈ കസേരയിലെടുത്ത് ഓരോ ക്ലാസ് കേൾക്കുമ്പോഴും മാറാൻ തീരുമാനിക്കുമ്പോൾ നമ്മുടെ ഫോൺ അതിന്റെ കൂടെ മാറിയിട്ടില്ലെങ്കിൽ ഇവിടെ നിന്ന് തിരിച്ചുപോയാൽ ആ ഫോൺ നമ്മളെ ഈ തിന്മയുടെ ലോകത്തേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ട് ഇന്നത്തെ ഏറ്റവും ശക്തമായ, നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അധികം സമയം നാം ചിലവഴിക്കുന്ന, നമ്മുടെ ഏറ്റവും അധികം ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ രണ്ടു ഘടകങ്ങളിൽ നമ്മുടെ വിശുദ്ധി നാം ഉറപ്പുവരുത്തണം. നാളെ അള്ളാഹുവിന്റെ പരലോകത്ത് നാം ഹാജരാക്കപ്പെടുമ്പോൾ യൗമ തുബുല സറായിർ, എല്ലാ തിന്മകളും പരിശോധിക്കപ്പെടുമെന്ന്, വഹുസ്സില മാ ഫിസ് സുദൂർ, ഹൃദയങ്ങളിലുള്ള, നമ്മുടെ നെഞ്ചകത്തുള്ള ഹൃദയത്തെ പുറത്തെടുത്ത് അതിന്റെ എല്ലാ സ്വകാര്യതകളെയും പരിശോധിക്കപ്പെടുമ്പോൾ തീർച്ചയായും അവിടെ നമുക്ക് വിജയം കൈവരിക്കണമെങ്കിൽ നമ്മുടെ സ്വകാര്യമായ ജീവിതത്തിലെ സൂക്ഷ്മത അനിവാര്യമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ കേൾവികൾ നമ്മുടെ മനസ്സുകളെ ശുദ്ധീകരിക്കുമ്പോൾ നമ്മുടെ കൈകൾ നമ്മുടെ ഫോണിനെയും നമ്മുടെ നെറ്റുകളെയും എല്ലാത്തിനെയും ശുദ്ധീകരിക്കേണ്ടതുണ്ട്. അങ്ങനെ ശുദ്ധീകരിച്ചൊരു മനസ്സും ശുദ്ധീകരിച്ചൊരു സാഹചര്യവുമായി നല്ല മനസ്സിന്റെ സന്തോഷവും വെളിച്ചവും അനുഭവിക്കാൻ പറ്റുന്ന ഒരു സൗഭാഗ്യ ജീവിതം അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മുടെ മനസ്സിലെ പാപങ്ങളും മാലിന്യങ്ങളും കഴുകിക്കളയുവാനുള്ള വളരെ കർശനമായ ഇസ്ലാമിക നിർദ്ദേശങ്ങളാണ് ബഹുമാനായ ഹാരിസ് ബിൻ സലീം ഇവിടെ വിശദീകരിച്ചത്.
നമ്മുടെ മനസ്സ് ശുദ്ധീകരിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണും നമ്മുടെ കയ്യിലുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഈ ഒരു നല്ല മാനസികാവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ വേറെ ആരെയും കാത്തു നിൽക്കാതെ അതിന്റെ ഒരു ശുദ്ധീകരണം നിങ്ങൾ സ്വയം ഏറ്റെടുത്ത് നിർവഹിക്കണം എന്ന് അത്തരം കാര്യങ്ങളിൽ പെട്ടുപോയ ഏതെങ്കിലും സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരോട് ബോധ്യപ്പെടുത്തുകയാണ്. ഇസ്ലാമിക വേദികളിൽ സാധാരണ കേൾക്കുന്ന പദമാണ് തഖ്ലീദ്. ഇത് എന്താണ് എന്ന് ലളിതമായി വിശദീകരിക്കാമോ? ബഹുമാനായ അബ്ദുൽ മാലിക് സലഫി. السلام عليكم ورحمة الله. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. സാധാരണയായി മുസ്ലിം സമുദായത്തിനിടയിൽ വളരെ പ്രചാരത്തിലുള്ള ഒരു പദമാണ് തഖ്ലീദ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതിന്റെ ഇസ്ലാമികമായ മാനങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ വിശദീകരണം ചോദിച്ചിട്ടുള്ളത്. തഖ്ലീദ് എന്ന പദം യഥാർത്ഥത്തിൽ ഖിലാദത്ത് എന്ന പദത്തിൽ നിന്നുണ്ടായതാണ്. ഖിലാദത്ത് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ കഴുത്തിലണിയുന്ന മാലക്കാണ് സാധാരണ പ്രയോഗിക്കാറുള്ളത്. എന്നാൽ ഇസ്ലാമികമായി തഖ്ലീദ് പറയുമ്പോൾ സാധാരണയായി പണ്ഡിതന്മാർ അതിന് കൊടുത്തിട്ടുള്ള നിർവചനം ഖബൂലി ഖൗലിൽ ഗൈരി ബിഗൈരി ഹുജ്ജ, മറ്റൊരു മനുഷ്യന്റെ വാക്കുകൾ അയാളുടെ തെളിവുകളും പ്രമാണങ്ങളും നോക്കാതെ സ്വീകരിക്കുന്നതിനാണ് തഖ്ലീദ് എന്ന് പറയുക. ഇന്ന് മുസ്ലിം സമുദായത്തിൽ പല രീതികളിലുള്ള തഖ്ലീദ് വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, സംഘടനകളെ തഖ്ലീദ് ചെയ്തുകൊണ്ടിരിക്കുന്നു, നേതാക്കന്മാരെ തഖ്ലീദ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇസ്ലാമികമായി കൊണ്ട് ഇതിന്റെ മാനമെന്താണ് എന്നുള്ളത് വളരെ പ്രസക്തമാവുകയാണ്. പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ അടിസ്ഥാന ശിലകളിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തെയോ അല്ലെങ്കിൽ സംഘടനയെയോ അല്ലെങ്കിൽ ഒരു നേതാവിനെയോ തഖ്ലീദ് ചെയ്യേണ്ട യാതൊരു സാഹചര്യവും ഇസ്ലാമിക സമൂഹത്തിൽ വളർന്നു വരുന്നില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം വളരെ സമ്പൂർണമായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മുടെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി എന്ന് സൂറത്തുൽ മാഇദയിലെ 3-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ലോകത്തിന് തന്റെ ദൗത്യം അവസാനിപ്പിച്ചുകൊണ്ട് പോകുന്ന അവസാന വേളയിൽ ഹജ്ജത്തുൽ വദായിൽ വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഹല അൽ ബല്ലഅതു, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചു തന്നിട്ടില്ലയോ എന്ന് റസൂലുള്ളാഹി ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദീനിന്റെ ഏതൊരു ചെറിയ വിഷയമാണെങ്കിലും ഏതൊരു എത്ര വലിയ വിഷയമാണെങ്കിലും ശരി, അതിൽ ഏതെങ്കിലും അള്ളാഹുവിന്റെ പ്രവാചകന്റെ നിർദ്ദേശങ്ങളോ അല്ലെങ്കിൽ ഖുർആനിന്റെ നിർദ്ദേശങ്ങളോ ഇല്ലാതെ അല്ലെങ്കിൽ അതിലേക്ക് വ്യക്തമായ സൂചനകൾ കൊടുക്കാതെ ഒന്നും തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ നമുക്ക് മുമ്പിൽ വിട്ടേച്ചു പോയിട്ടില്ല. അതേപോലെ തന്നെ ഈ തഖ്ലീദുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഗ്രഹിക്കേണ്ട വളരെ സുപ്രധാനമായ മറ്റൊരു കാര്യം, നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള അഥവാ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങൾ, ആ സമുദായങ്ങൾക്ക് വന്ന പിഴവുകൾ, അവർക്ക് വ്യതിയാനങ്ങൾ വരാനുള്ള ഒരുപാട് കാരണങ്ങൾ വിശുദ്ധ ഖുർആൻ നമുക്ക് എടുത്തു കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി, വളരെ മർമ്മപ്രധാനമായ കാര്യമായി അവരിൽ എണ്ണിപ്പറഞ്ഞ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, അവർ അവരുടെ പിതാക്കന്മാരെ തഖ്ലീദ് ചെയ്യുന്നവരാണ്, അവരുടെ പണ്ഡിതന്മാരെ തഖ്ലീദ് ചെയ്യുന്നവരാണ്. അതേപോലെ തന്നെ അവരിൽപ്പെട്ട പുരോഹിതന്മാരെയും പുരോഹിത സഭകളെയും അവർ പറഞ്ഞ വാക്കുകൾ അന്ധമായിക്കൊണ്ട് സ്വീകരിച്ച് അതിന്റെ തെളിവുകളും ന്യായങ്ങളും പരിശോധിക്കാതെ, കത്തനാർ പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം, അതുപോലെ തന്നെ പുരോഹിതൻ പറഞ്ഞാൽ ഏതെങ്കിലും ആ പുരോഹിതൻ പറഞ്ഞാൽ അതിന് വേദവാക്യമായിക്കൊണ്ട് സ്വീകരിക്കുന്ന അവസ്ഥ ഉള്ള ഒരു സാഹചര്യം മുൻപ് കഴിഞ്ഞുപോയ സമുദായങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് വിശുദ്ധ ഖുർആന്റെ താളുകളിലൂടെ എടുത്തു പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. ഇത്തഖദു അഹ്ബാറഹും വറുഹ്ബാനഹും അർബാബൻ മിൻ ദൂനില്ലാഹ് എന്ന് ക്രിസ്ത്യാനികളായ ആളുകളെ സംബന്ധിച്ച്, അഹ്ലി കിതാബിന്റെ ആളുകളെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി സഹോദരങ്ങളെ, ഈ മുൻഗാമികൾക്കുള്ള ഈ മുമ്പ് കഴിഞ്ഞു പോയിട്ടുള്ള സമുദായങ്ങൾക്ക്, ആ സമുദായത്തിന് വന്നിട്ടുള്ള ഈ തഖ്ലീദിന്റെ ഭവിഷ്യത്ത് ഈ സമുദായത്തിലേക്കും കയറി വരുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
പ്രവചിച്ചിട്ടുണ്ട്. അത് ഈ സമുദായത്തിൽ പുലർന്നിട്ടുമുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിൽപ്പെട്ട ഒരാളും തന്നെ ഏതെങ്കിലും ഒരു സ്വഹാബിയുടെ വാക്കിനെ തഖ്ലീദ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിരുന്നില്ല. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ഒരു മസ്അലയിൽ ഒരു കാര്യം വിശദീകരണം ചോദിച്ചപ്പോൾ അദ്ദേഹം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ആ സഹോദരന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. അപ്പൊ അദ്ദേഹത്തോട് തിരിച്ചു ചോദിച്ചു, അബൂബക്കറിന്റെയും ഉമറിന്റെയും അഭിപ്രായം നിങ്ങൾ പറഞ്ഞ് ഇതിനോട് യോജിക്കുന്നില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ മഹാനായ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യൂശികു അൻ തൻസില അലൈക്കും ഹിജാറത്തും മിനസ് സമായി, നിങ്ങൾക്ക് മേൽ അള്ളാഹുവിന്റെ ചരൽഭയ അല്ലെങ്കിൽ ആകാശലോകത്തിൽ നിന്ന് അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വരാറായിരിക്കുന്നു എന്ന് ഞാൻ ഭയപ്പെടുകയാണ്. അഖൂലു ലക്കും ഖാല റസൂലുള്ളാഹി, അള്ളാഹുവിന്റെ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ എന്നോട് പറയുന്നു അബൂബക്കർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ, ഉമർ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്നെ തിരുത്തുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പ്രതികരിച്ചതായിക്കൊണ്ട് ഹദീസ് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇങ്ങനെ ഏത് മദ്ഹബിന്റെ ഇമാമിയങ്ങളാണെങ്കിലും, ഇമാം അഹ്മദ് ബിൻ ഹംബലും അതുപോലെ തന്നെ ഇമാം ഷാഫിഈയും ഇമാം അബൂ ഹനീഫയും അവരെല്ലാവരും തന്നെ പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ പറഞ്ഞ വാക്കിന് തൊണ്ട തൊടാതെ വിഴുങ്ങി അത് വേദവാക്യമായി സ്വീകരിച്ച് അതിനെ പ്രമാണമായി കണ്ട് അതിനപ്പുറം ഖുർആനിലേക്കും ഹദീസിലേക്കും നിങ്ങൾ തിരിഞ്ഞു നോക്കേണ്ടതില്ല എന്നൊന്നും അവർ പഠിപ്പിച്ചിട്ടില്ല. അവരൊക്കെ തന്നെയും പറഞ്ഞത്, ഇദാ ഖുൽതു ഖൗലൻ കിതാബുല്ലാഹി യുഖാലിഫുഹു ഫത്റുകു ഖൗലി, ഞാനൊരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ കിതാബ് എന്റെ വാക്കിനെതിരാണെങ്കിൽ അള്ളാഹുവിന്റെ വാക്കാണ് നിങ്ങൾ സ്വീകരിക്കേണ്ടത്, എന്റെ വാക്കിനെ നിങ്ങൾ വലിച്ചെറിയുക എന്നാണ് എല്ലാ മദ്ഹബിന്റെ ഇമാമികളും പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മദ്ഹബിന്റെ ഇമാമുകൾക്ക് ശേഷമുള്ള ലോകത്ത് കഴിഞ്ഞു പോയിട്ടുള്ള പൂർവ്വസൂരികളായ മുഴുവൻ പണ്ഡിതന്മാരും പഠിപ്പിച്ചത് അവരുടെ വാക്കുകളെയോ അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങളെയോ തൊണ്ട തൊടാതെ വിഴുങ്ങി അതൊരു വേദവാക്യം പോലെ സ്വീകരിക്കണമെന്ന് അവരാരും തന്നെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇന്ന് മുസ്ലിം സമുദായത്തിലുള്ള ഭൂരിപക്ഷം ആളുകളുടെയും നിലപാടുകൾ അങ്ങനെയാണ്. ഞങ്ങളുടെ മദ്ഹബ് ഒരു കാര്യം പറഞ്ഞാൽ അതിനപ്പുറം ഖുർആൻ ഉണ്ടാകട്ടെ ഹദീസ് ഉണ്ടാകട്ടെ ഞങ്ങൾക്കത് സ്വീകാര്യമല്ല. എന്റെ നേതാവ് ഒരു കാര്യം പറഞ്ഞാൽ ആ നേതാവിന്റെ വാക്കാണ് എനിക്ക് പ്രമാണം, അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റുള്ളവന്റെ സംസാരം കേൾക്കേണ്ടതില്ല. എന്റെ സംഘടന ഒരു കാര്യം തീരുമാനിച്ചാൽ അതിന്റെ അപ്പുറത്തേക്ക് ഖുർആനും ഹദീസും നോക്കേണ്ട ആവശ്യം എനിക്കില്ല എന്ന രീതിയിൽ തഖ്ലീദ് പുനർജനിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ എത്രത്തോളം എന്ന് ചോദിച്ചാൽ, കേരളത്തിലെ അറിയപ്പെട്ടിട്ടുള്ള പണ്ഡിതനാണല്ലോ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ്. അദ്ദേഹത്തിന്റെ മുജാഹിദ് പ്രസ്ഥാനം എങ്ങോട്ട് എന്ന പുസ്തകത്തിൽ കൃത്യമായി കൊണ്ട് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. എന്താണ് എഴുതിയത്? പണ്ഡിതന്മാർ എന്തു പറഞ്ഞാലും കളവാണെങ്കിലും അതുപോലെ തന്നെ അത് കളവാണെങ്കിലും ശരിയാണെങ്കിലും സാധാരണക്കാരന് പണ്ഡിതന് പിൻപറ്റൽ നിർബന്ധമാണ്. പണ്ഡിതൻ സത്യം പറയട്ടെ, കളവ് പറയട്ടെ, അല്ലെങ്കിൽ ശരി പറയട്ടെ, അബദ്ധം പറയട്ടെ, സാധാരണക്കാരുടെ ബാധ്യത പണ്ഡിതർ പറയുന്നത് സ്വീകരിക്കലാണെന്ന കാര്യത്തിൽ ഇജ്മാ ഉണ്ട് എന്നിവരെ കേരളത്തിൽ പച്ച മലയാളത്തിൽ എഴുതിവിടുന്ന അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ രീതിയിൽ ഇന്നും ചില ആളുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ മദ്ഹബ് പറഞ്ഞതിനപ്പുറം ഹദീസ് കണ്ടാലും തല 3 പ്രാവശ്യം തടവേണ്ടതില്ല, ഒരു പ്രാവശ്യം തടവിയാൽ മതി എന്ന ഇമാം ബുഖാരിയുടെ സഹീഹുൽ ബുഖാരിയുടെ ബാബ് കാണിച്ചു കൊടുത്താലും ശരി, ഇല്ല ഞങ്ങളത് സ്വീകരിക്കില്ല, ഞങ്ങളുടെ മദ്ഹബ് 3 പ്രാവശ്യം തടവലാണ് എന്നത് ഞാൻ പിടിച്ച മോനിന് 3 കൊമ്പ്, അല്ലെങ്കിൽ എന്റെ മദ്ഹബ് മാത്രമാണ് ശരി എന്ന നിലപാട് അത് തഖ്ലീദ് അബദ്ധമാണ്, ഇസ്ലാമിക പ്രമാണങ്ങൾക്ക് വിരുദ്ധമാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതത്തിൽ അള്ളാഹു എന്തു പറഞ്ഞു, അള്ളാഹുവിന്റെ പ്രവാചകൻ എന്ത് പറഞ്ഞു, അതാണ് അവൻ സ്വീകരിക്കേണ്ടത്. അതിനെതിരെ ആര് പറഞ്ഞാലും അവന്റെ വലിപ്പ ചെറുപ്പം അവിടെ പരിഗണനീയമല്ല. എത്രത്തോളം എന്ന് ചോദിച്ചാൽ, ഒരു സഹാബിയാണെങ്കിലും അള്ളാഹുവിന്റെയും അവന്റെ പ്രവാചകന്റെ വാക്കിന് എതിരായിക്കൊണ്ട് പറഞ്ഞാൽ അങ്ങനെ പറയുകയില്ല. ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ പോലും അത് സ്വീകരിക്കേണ്ട ബാധ്യത ഒരു മുസ്ലിമിന് ഇല്ല. ഇതാണ് ഈ വിഷയവുമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. അപ്പൊ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തും എന്തു പറഞ്ഞു അവിടെ നിൽക്കുക എന്നല്ലാതെ നേതാക്കന്മാരെയും അതുപോലെ തന്നെ സംഘടനകളെയും അതുപോലെ തന്നെ മറ്റുള്ള ആരെയും എത്ര വലിയവരാണെങ്കിലും അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ഏർപ്പാട് അത് ഇസ്ലാമിക പ്രമാണങ്ങളിൽ ഒരു നിലക്കുള്ള തെളിവുകളും നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല എന്നതാണ് ഈ വിഷയവുമായി കൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.
പെൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് അവസാനത്തെ ഒരു ചോദ്യം. ഇവിടെ ആരും ഇല്ലെങ്കിൽ ആ അവസരം ആൺകുട്ടികൾ കൊടുത്ത് നമ്മുടെ ഈ ചോദ്യോത്തര സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ അവസാനത്തെ ഒരു സംഭാഷണം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. പെൺകുട്ടികളുടെ ഭാഗത്ത് ആരും മൈക്ക് റൈസ് ചെയ്തിട്ടില്ല. ആൺകുട്ടികളാണ് ചോദിക്കുന്നത്. വളരെ ചുരുക്കി ചോദിക്കുക, വളരെ സംക്ഷിപ്തമായി നമുക്ക് വിശദീകരണം പറയാവുന്നതാണ്. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ഷുക്കൂർ. ഞാൻ SCT അരീക്കോട്ടിലാണ്. ഞാൻ സമസ്തയിലുള്ള എൻ്റെ ഒരു കൂട്ടുകാരനെ സംസാരിച്ചപ്പോൾ ഉണ്ടായ ഒരു വിഷയമാണ് ചോദിക്കുന്നത്. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞു, അവർ തൗഹീദ് അചഞ്ചലമാണെന്ന് പറയുന്ന ഒരു പ്രമേയം ഈ നാട്ടിലെന്ന് പ്രചരിപ്പിച്ചപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞു, എന്താ വെച്ചാൽ നിങ്ങൾ അള്ളാഹു അല്ലാത്തവർക്ക് സുജൂദ് ചെയ്താൽ പോലും ശിർക്കാവുകയില്ല എന്ന് പറയുന്ന ആളുകളാണെന്ന് പറഞ്ഞതിൽ ഞാൻ സമർത്ഥിച്ചു കൊടുത്ത വാദങ്ങൾ മാറിയത്. ഒരു സംവാദത്തിൽ നിങ്ങൾ പണ്ഡിതൻ പറഞ്ഞു അത് ഷിർക്കാണെന്ന് പറഞ്ഞു, വേറെ ഇതിൽ പറഞ്ഞു ഷിർക്കാവുകയില്ല, കാഫിറാണെന്ന് ഹുക്മ ചെയ്യപ്പെടും, അത് വീണ്ടും അതേപോലെ തന്നെ അത് ഹറാമാവുള്ളൂ. പിന്നെ പറഞ്ഞു അള്ളാഹു അല്ലാതെ സുജൂദ് ചെയ്യുന്ന വാദം ഇബ്ലീസിന്റെ വാദങ്ങൾ എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അദ്ദേഹം പറഞ്ഞത് സുജൂദ് ആരാധനയാവുന്നതുണ്ട്, ആരാധനയാവാത്ത സുജൂദും ഉണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിന് തെളിവായിട്ട് അദ്ദേഹം രണ്ട് സംഭവം പറഞ്ഞു. ഒന്ന് ചോദ്യത്തിലേക്ക് നേരിട്ട് കിടക്കും. ആദം നബി അലൈഹി സ്വലാമിന് സുജൂദ് ചെയ്ത വിഷയം, രണ്ടു തരം സുജൂദുകൾ ആണ് തങ്ങളുടെ, അതാണ് ചോദ്യം. അതുപോലെ യൂസുഫ് നബിക്ക് സൂറത്ത് യൂസുഫിൽ 100-ാമത്തെ ആയത്തും അദ്ദേഹം പറഞ്ഞു യൂസുഫ് നബിക്ക് സുജൂദ് ചെയ്തതായിട്ടുള്ള വിഷയം. അതിലെന്താണ് ക്ലാരിഫിക്കേഷൻ? സുജൂദുമായി ബന്ധപ്പെട്ട് രണ്ടു തരം സുജൂദുകൾ ഉണ്ട്, എന്താണ് അതിന്റെ നിജസ്ഥിതി എന്നാണ് ചോദ്യത്തിലെ പ്രധാന ഭാഗം. അത് ബഹുമാനായ അബ്ദുൽ ജബ്ബാർ അബ്ദുള്ള അൽ മദീനി വിശദീകരിക്കും. ചോദ്യത്തിൽ നമ്മൾ ചുരുക്കൽ വരുത്തുകയുണ്ട്, ഉത്തരത്തിലും വളരെ ചുരുക്കിയേ പറയുകയുള്ളൂ. അസ്സലാമു അലൈക്കും. സുജൂദ് എന്ന പദം ആരാധനയുടെ ഇസ്ലാമിന്റെ സാങ്കേതികമായ അർത്ഥത്തിലല്ലാതെ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച രണ്ട് പ്രയോഗങ്ങളാണ് ചോദ്യകർത്താവ് ഉന്നയിച്ചത്. ഒന്ന് ആദം നബിക്ക് മലക്കോട് ചെയ്യാനായി കൽപ്പിക്കപ്പെട്ട സുജൂദ്. അത് ഒരു അഭിവാദ്യമാണ്, തഹിയ്യത്താണ്, ആരാധനയല്ല. അതേപോലെ സൂറത്ത് യൂസുഫിൽ പറഞ്ഞ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ മാതാപിതാക്കൾ അദ്ദേഹത്തിന്റെ പക്കലേക്ക് പിന്നീട് അവസാന കാലത്ത് തിരിച്ചെത്തുന്ന സന്ദർഭം പറയുമ്പോൾ അവർ അവിടെ സുജൂദിലായി വീണു എന്ന പ്രയോഗം കാണാം. അതും ആ നാട്ടിലുള്ള ഒരു അഭിവാദ്യ രീതിയാണ്. ആ രീതി ഒരുപക്ഷെ അവരുടെ ശരീഅത്തിൽ അവരുടെ മത നിയമങ്ങളിൽ അംഗീകരിക്കപ്പെട്ടതുമായിരിക്കാം. എന്നാൽ നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാക്കന്മാർ സുജൂദ് രണ്ടാക്കി വിശദീകരിക്കുന്നതും അതേപോലെ നേരത്തെ സൂചിപ്പിച്ച സംവാദത്തിൽ വായിച്ച ആ ഭാഗവും അൽ അമാൻ എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇസുദ്ദീൻ സഖാഫി അൽ കാമിലി എന്ന് പറയുന്ന തെക്കൻ ജില്ലകളിലുള്ള ഒരു സഖാഫിയാണ് ആ ലേഖനം എഴുതിയത്. അദ്ദേഹം അതിൽ പ്രയോഗിച്ചത് എല്ലാ കഴിവും കാര്യങ്ങളും അള്ളാഹുവിന് മാത്രമാണെന്ന് ഉറച്ച് വിശ്വസിക്കുന്ന ഒരു സുന്നി മറ്റൊരാൾക്ക് മുമ്പിൽ സുജൂദ് ചെയ്താൽ പോലും അത് ശിർക്കാവുകയില്ല എന്നാണ് അയാൾ അവിടെ എഴുതിയത്. അതും ഇതും രണ്ടും ഒരിക്കലും ഒന്നല്ല. അവിടെ സുജൂദ് ചെയ്യാം അല്ലെങ്കിൽ ചെയ്താൽ ശിർക്കല്ല എന്ന ഒരു ആശയത്തിൽ തന്നെയാണ് അയാൾ എഴുതിയിട്ടുള്ളത്. അതിന് അയാൾ മാനദണ്ഡം പറഞ്ഞത് അയാൾക്കൊരു കഴിവുമില്ല എന്ന് വിശ്വസിക്കുകയും എല്ലാ കഴിവും റബ്ബിന് മാത്രമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്താൽ പിന്നെ സുജൂദ് ചെയ്താലും ശിർക്കാവൂല, അത് സുജൂദാവില്ല എന്നതാണ്. ആ ഒരു മാനദണ്ഡം ഇസ്ലാം അംഗീകരിക്കുന്നില്ല. മറിച്ച് ഏതൊരു വിഷയവും ആരാധനയാവാൻ നാം നേരത്തെ വിശദീകരിച്ച ആ ഒരു മാനദണ്ഡം, ആ വിശ്വാസം ഉള്ളിലുണ്ടോ എങ്കിൽ അർപ്പിക്കപ്പെടുന്ന സുജൂദ് സുജൂദാണ്, റുക്കൂആണ്, തവാഫ് തവാഫാണ്, സഹായാർത്ഥന പ്രാർത്ഥനയാണ്, നേർച്ച നേർച്ചയാണ്, ബലികർമ്മങ്ങളാണ്. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. അതേസമയം വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച ഈ രണ്ട് സുജൂദുകൾ ആ ഒരു തലമേ അല്ല, അത് അഭിവാദ്യമർപ്പിക്കുക എന്ന ഒരു അർത്ഥത്തിൽ മാത്രം പ്രയോഗിക്കപ്പെട്ട പ്രയോഗമാണ്. അത് സുജൂദ് മാത്രമല്ല, ദുആ എന്ന പദവും കേവല വിളിക്ക് ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ എന്ന് നൂഹ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ചിട്ടുണ്ട്. എന്റെ ജനതയെ രാപ്പകൽ ഭേദമില്ലാതെ ഞാൻ ദുആ ചെയ്തു എന്ന് പറഞ്ഞാൽ അവിടെ വിളിച്ചു പ്രാർത്ഥിച്ചുവെന്ന ദുആ എന്ന ഇസ്ലാമിന്റെ സാങ്കേതികമായ പദമല്ല, മറിച്ച് ക്ഷണിച്ചുവെന്ന വിളിച്ചുവെന്ന അർത്ഥത്തിലുള്ള ഒരു പദപ്രയോഗം മാത്രമാണ്. എന്നതുപോലെ ഈ പദവും നമ്മൾ മനസ്സിലാക്കുക. സാങ്കേതികമായ സുജൂദാണോ അത് ആരുടെ മുമ്പിൽ സമർപ്പിച്ചാലും അത് ശിർക്ക് തന്നെയാണ്, അത് സുജൂദ് തന്നെയാണ്. എനിക്ക്
എനിക്ക് ആ വിശ്വാസമില്ല എന്ന ന്യായത്തിന് പ്രത്യേകിച്ച് പ്രമാണത്തിന്റെ പിൻബലമില്ല എന്ന് കൂടി നാം മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരങ്ങളെ, നമ്മുടെ ഈ സെഷൻ അതിന്റെ സമാപനത്തിലേക്ക് നീങ്ങുകയാണ്. ചിന്തിക്കുന്നവരാണ് ചോദ്യം ഉന്നയിക്കുക, പ്രവർത്തിക്കാൻ തീരുമാനിച്ചവരാണ് ചിന്തിക്കുക. ഈ സദസ്സ് ഒരുപാട് ചോദ്യങ്ങൾ കൊണ്ട് ഈ സെഷൻ ധന്യമാക്കിയതിന്റെ പിന്നിൽ ഈ പ്രോഫ്കോൺ കഴിഞ്ഞ് നിങ്ങൾ മടങ്ങുമ്പോൾ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്നത് തന്നെയാണ്. 4 കാര്യങ്ങൾ ഒരു മുഅ്മിനിന് നിർബന്ധമാണ്. എങ്കിൽ മാത്രമേ സ്വർഗം ലഭിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അവർ നഷ്ടത്തിലാണ്. വിശുദ്ധ ഖുർആൻ ആ കാര്യം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. വിശ്വാസവും സൽപ്രവർത്തനങ്ങളും അതോടൊപ്പം തന്നെ നാം മനസ്സിലാക്കിയിരിക്കുന്ന ഹക്ക്, സത്യം, അത് മറ്റുള്ളവരോട് പരസ്പരം പങ്കുവെക്കുകയും ആ രംഗത്ത് വരുന്ന പ്രയാസങ്ങൾ ക്ഷമിക്കുകയും ചെയ്യുക. വൽ അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത് വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ. ഈ ആയത്ത്, ഈ സൂറത്ത് പരിചയമില്ലാത്തവരായി ആരും ഉണ്ടാവുകയില്ല. എല്ലാവരും നഷ്ടത്തിലാണ്, 4 ആളുകൾ ഒഴിച്ച്. വിശ്വസിക്കുകയും അമലുസ് സ്വാലിഹാത്തുകൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമെന്നല്ല, ഈ പ്രോഫ്കോൺ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിദ്യാർത്ഥിനികളും വളരെ ഗൗരവത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വിശ്വസിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ മാത്രമല്ല, മറിച്ച് നാം വിശ്വസിച്ചിരിക്കുന്ന ഈ വിശ്വാസം അത് അറിഞ്ഞിട്ടില്ലാത്ത, എത്തിയിട്ടില്ലാത്ത, നമ്മുടെ സ്വന്തം അടുത്ത ബെഞ്ചിലിരിക്കുന്ന, നമ്മുടെ ക്ലാസ്സിലിരിക്കുന്ന, നമ്മുടെ ക്യാമ്പസിൽ ഉറങ്ങുന്ന, നമ്മുടെ കൂടെ നടക്കുന്ന ഓരോ വിദ്യാർത്ഥിനിക്കും ഈ ആശയം കൊടുക്കുക എന്നത്, അവരോട് ഈ കാര്യം പറയുക എന്നത് നമ്മുടെ ഓരോരുത്തരുടെയും നിർബന്ധമായ ബാധ്യതയാണ്. അതാണ് 3ാമത്തെ കാര്യം. പരസ്പരം ഈ സത്യം നിങ്ങൾ ഉപദേശിക്കണം, ആ രംഗത്ത് വരുന്ന വിഷമങ്ങൾ സഹിക്കണം. ഈ 4മുള്ളവർ ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം നഷ്ടത്തിലാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇത് മനസ്സിൽ സൂക്ഷിക്കാനുള്ളതല്ല, ഈ ആശയങ്ങൾ മറ്റുള്ളവരോട് പങ്കുവെക്കാനുള്ളതാണ്. നമുക്ക് കിട്ടിയ ഈ സമാധാനത്തിന്റെ സന്ദേശം മറ്റുള്ളവർക്ക് അറിയിച്ചു കൊടുക്കാനുള്ളതാണ്. ഇതിനെന്താ മാർഗം? നമ്മൾ ഇതിന് പഠിക്കണം, ആഴത്തിൽ പഠിക്കണം. ഇവിടെ നിങ്ങൾ കേട്ട കാര്യങ്ങൾ ഒരു സൂചനയായി കണ്ട്, ഒരാമുഖമായി ദർശിച്ച് കൂടുതൽ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. 2ാമത്തെ കാര്യം, നിങ്ങൾക്കിതിനെ സഹായിക്കാൻ ഖുർആൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വകൂനൂ മഅസ് സ്വാദിഖീൻ. നിങ്ങൾ അല്ലാഹനെ സൂക്ഷിക്കണം, സത്യവാന്മാരോടൊപ്പം നിങ്ങൾ ഉണ്ടാവണമെന്നാണ്. അഥവാ ഈ സത്യം ഉൾക്കൊണ്ട ആളുകൾ ഒരുമിച്ച് ഒരേ മനസ്സോടുകൂടിയാണ് ഈ രംഗത്ത് മുന്നോട്ട് പോകേണ്ടത്. സത്യവാന്മാർ സംഘടിച്ച് മുന്നോട്ട് പോകണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിനാണ് ഇവിടെ MSM പ്രവർത്തിക്കുന്നത്. ഈ ഹക്ക് സമൂഹത്തിൽ, പ്രത്യേകിച്ച് ക്യാമ്പസിൽ കാര്യമായി ആളുകളെ എത്തിക്കുന്നതിന് വേണ്ടിയാണ് MSM ഇവിടെ കേരളത്തിൽ 50-ഓളം വർഷമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇനി മുതൽ ഈ രംഗത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. ആ രംഗത്ത് മുന്നോട്ട് പോകണം. സ്വാഭാവികമായിട്ടത് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവും, പത്രത്തിൽ എവിടെയോ കണ്ടല്ലോ MSM മരവിപ്പിച്ച് നിർത്തിയിരിക്കുന്നു, മറ്റൊരു സമിതി വന്നിട്ടുണ്ടെന്നൊക്കെ, എന്താണിത് എന്ന് സ്വാഭാവികമായി ഉണ്ടാകും. ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ സമാന്തരമായി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ, നടപടികളൊക്കെ അംഗീകരിക്കുകയല്ലേ വേണ്ടത് എന്ന്. സുഹൃത്തുക്കളെ, ഒരിക്കലും ആ പറഞ്ഞതിലൊന്നും വാസ്തവമില്ല. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് വളരെ ചുരുക്കി ഞാൻ 1-2 കാര്യങ്ങൾ അതിൽ സൂചിപ്പിക്കുകയാണ്. ചില കുട്ടികളെങ്കിലും അതിൽ സംശയമുള്ളവരുണ്ടാവാം എന്നുള്ളത് കൊണ്ട് ഇവിടെ MSM അതിന്റെ ദൗത്യവുമായി വളരെ ശക്തമായി മുന്നോട്ട് പോവുകയാണ്. 5-6 മാസം മുമ്പ് തീരുമാനിച്ചതാണ് ഈ പ്രോഫ്കോൺ നടത്തുന്നതിന് വേണ്ടി. 8, 9, 10 തീയതികളിൽ ഇത് വർഷങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അതിനുള്ള ഒരുക്കങ്ങളും തീരുമാനങ്ങളും അന്നുണ്ടായിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങൾ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം ചില സംഗതികൾ നമ്മൾ പത്രങ്ങളിൽ കാണുന്നത്.
അതിലൊരു സത്യം നിങ്ങളോട് തുറന്നു പറയാനുള്ളത്, ഇതാ ആ തീരുമാനത്തിന് വിധേയരായവരിൽ മുന്നിൽ നിൽക്കുന്നവരാണ് ഞങ്ങളും നിങ്ങളെല്ലാവരും അറിഞ്ഞ സമയത്ത് തന്നെയാണ് ഞങ്ങളും അറിയുന്നത്. നിങ്ങളെല്ലാവരും ഏതൊരു പത്രത്തിൽ നിന്നാണോ ഇത് വായിച്ചത്, ആ പത്രങ്ങളിൽ നിന്നാണ് ഞങ്ങളും വിവരമറിയുന്നത്. കുറ്റം ചെയ്തവരെ ശിക്ഷിക്കാം, തെറ്റു ചെയ്തവരോട് തിരുത്താൻ ആവശ്യപ്പെടാം. അത് തിരുത്തുക എന്നത് ഇസ്ലാമികമായ മര്യാദയാണ്. എന്നാൽ എന്താണ് കുറ്റം, എന്താണ് തെറ്റ് എന്ന് കൃത്യമായി പറയേണ്ടവരോട് പറയേണ്ട സമയത്ത് പറയാതെ, അത് അറിയിക്കേണ്ട രീതിയിൽ അറിയിക്കാതെ, അതിനവർക്ക് പറയാനുള്ള വിശദീകരണങ്ങൾ ചോദിക്കാതെ, ഒരു 50 പൈസയുടെ കാർഡ് പോലും ഞങ്ങൾക്കാർക്കും അയച്ചിട്ടില്ല. ഒരു 50 പൈസയുടെ കാർഡ് പോലും ഞങ്ങൾക്ക് അയച്ചിട്ടില്ല. ഇതാ നിങ്ങളിൽ ഇന്ന കുറ്റമുണ്ട്, ഇന്ന ദിവസത്തിനുള്ളിൽ നിങ്ങൾ ഇവിടെ വരണം, എന്നിട്ട് അതിനെന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ പറയണം എന്നൊരു വാക്ക് ഞങ്ങളോട് ആ രീതിയിൽ പറഞ്ഞിട്ടില്ല. മറിച്ച് പത്രത്തിൽ ഒരു തീരുമാനം കാണുകയാണ്. നിങ്ങളെയെല്ലാം മരവിപ്പിച്ചിരിക്കുന്നു. ഒരാളെയല്ല, 7 ആളുകൾ അല്ലെങ്കിൽ 9 ആളുകൾ അടങ്ങുന്ന സെക്രട്ടേറിയറ്റിനെയല്ല, 35 ആളടങ്ങുന്ന എക്സിക്യൂട്ടീവിനെയല്ല, 100 കണക്കിന് ആളുകൾ അടങ്ങുന്ന കൗൺസിലിനെയല്ല, 100 കണക്കിന് വരുന്ന മണ്ഡലം കമ്മിറ്റികളെയല്ല, 1000 വരുന്ന ശാഖാ കമ്മിറ്റികളെയല്ല, 10,000 വരുന്ന ISM-ന്റെയും MSM-ന്റെയും നിഷ്കളങ്കരായ പ്രവർത്തകന്മാരെയാണ് മരവിപ്പിച്ചു നിർത്തിയിരിക്കുന്നത്, അനസ്തേഷ്യ നൽകിയിരിക്കുന്നത്. എന്നിട്ട് പറയാണ്, നിങ്ങൾ അങ്ങനെ നിന്നാ മതി, തൽക്കാലം ഇതാ ഇവിടെ ഒരു സംവിധാനമുണ്ട്. എന്തിനാണെന്നറിയുന്നില്ല, എന്താണ് കാരണമെന്ന് മനസ്സിലാകുന്നില്ല. സ്വാഭാവികമായും ഇവിടെ ഞങ്ങൾ എന്ത് ചെയ്തു? സ്വാഭാവികമായും ആളുകൾ ഇവിടെ ചെയ്തു വരാറുള്ള ഒരു ശീലമുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്താൽ ഉടൻ പത്രസമ്മേളനം വിളിക്കും. എന്നിട്ട് പത്രക്കാരോട് പറയും, ഇതാ ഞങ്ങളെ പിരിച്ചുവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ നടപടിയെടുത്തിരിക്കുന്നത് ഒരു കാരണവുമില്ലാതെയാണ് എന്ന് പത്രക്കാരോട് വിശദീകരിക്കും. വേഗം കോർട്ടിൽ പോകും, കോടതിയിൽ പോയി കേസ് കൊടുക്കും. ഇന്ന രീതിയിൽ ഞങ്ങൾ ചെയ്തത് ശരിയല്ലെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. അങ്ങനെ കേസ് കൊടുത്തത് നിങ്ങൾക്ക് എവിടെയും കാണാൻ കഴിയില്ല. ഞങ്ങൾ ആ വിഷയത്തിൽ പത്രസമ്മേളനം നടത്തിയത് നിങ്ങൾക്ക് എവിടെയും വായിക്കാൻ സാധിച്ചിട്ടുണ്ടാവുകയില്ല. കോഴിക്കോട് ബീച്ചിലോ മുതലക്കുളം മൈതാനിയിലോ ആളുകളെ വിളിച്ചുകൂട്ടി, ഇതാ ഞങ്ങൾക്കെതിരെ തീരുമാനം വന്നിരിക്കുന്നു, അത് ശരിയല്ലെന്ന് പറഞ്ഞ് ഞങ്ങൾ എവിടെയും വിശദീകരിക്കാനും പോയത് നിങ്ങൾ എവിടെയും കേട്ടിട്ടുണ്ടാവുകയില്ല. എന്താ ഞങ്ങൾ ചെയ്തത്? ഞങ്ങൾ പഠിച്ചത് സംഘടനാപരമായ രീതിയിൽ ISM-ഉം MSM-ഉം ഈ വിഷയത്തിൽ കാലങ്ങളായി പഠിച്ചത്. KNM-ന്റെ ഭരണഘടന അനുസരിച്ച് എക്സിക്യൂട്ടീവ് ഒരു തീരുമാനമെടുത്തത്, അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും വൈമനസ്യങ്ങളുണ്ട് എങ്കിൽ, തിരുത്തേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, ആശങ്കയുണ്ടെങ്കിൽ അതിന് ചെയ്യേണ്ടത് ഭരണഘടനയിൽ തന്നെ ഒരു പരിഹാരം നിർദ്ദേശിച്ചിട്ടുണ്ട്. ആ പരിഹാരം എന്താണെന്നോ, എക്സിക്യൂട്ടീവിലുള്ള തീരുമാനം പുനഃപരിശോധിക്കണമെങ്കിൽ അതിന്റെ തൊട്ടുമുകളിലുള്ള സഭയായ കൗൺസിലിന് അതിന് അപ്പീല് കൊടുക്കാമെന്നാണ്. അതാണ് ഞങ്ങൾ ചെയ്തത്. ഞങ്ങൾ വേഗം ഒരു കത്ത് തയ്യാറാക്കി ആ കൗൺസിലിന്റെ മുമ്പാകെ ഞങ്ങൾ അപേക്ഷ സമർപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങളോട് ചെയ്തത് ശരിയായ രീതിയിലല്ല. എന്താണ് കാരണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളോടുള്ള കാരണം ചോദിക്കണം, ഞങ്ങളുടെ ഭാഗം വിശദീകരിക്കാനുള്ള സമയം അവസരം ഞങ്ങൾക്ക് നൽകണം. എന്നിട്ട് ഈ തീരുമാനം പുനഃപരിശോധിക്കണം. ഐക്യത്തോടുകൂടി നേരത്തെ പോയതുപോലെ പ്രബോധന രംഗത്ത് മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അപേക്ഷ സമർപ്പിച്ച് ഞങ്ങൾ മൗനമായി ഇരിക്കുക മാത്രമാണ് ചെയ്തത്. ഏകദേശം 1.5 മാസമായി ഈ തീരുമാനമുണ്ടായിട്ട്. പക്ഷേ ഖേദകരമെന്ന് പറയട്ടെ, സങ്കടകരമെന്ന് പറയട്ടെ, ഇവിടെ ഉണ്ടായതെന്താണ്? അങ്ങനെ ഒരു തീരുമാനമുണ്ടായി, അതിലൊരു ചർച്ചയുണ്ടായി. അങ്ങനെ ഒന്ന് വിളിച്ചന്വേഷിച്ച് കാര്യങ്ങൾ തിരുത്തുന്നതിന് പകരം ഞങ്ങൾ കേട്ടത്, ഈ ഒരു പ്രോഫ്കോൺ നടക്കുന്നതിന്റെ 1-2 ആഴ്ച മുമ്പ് ഈ നമ്മുടെ സംഘടനയുടെ ആ സ്ഥാനത്ത് തന്നെ കുറച്ച് കുട്ടികളെ വിളിച്ചുകൂട്ടിക്കൊണ്ട് ആ കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന വേളയിൽ ഒരു കുട്ടി ചോദിച്ചു, എന്തിനാണ് ISM-നെയും MSM-നെതിരും നടപടിയെടുത്തത് എന്ന് അന്വേഷിച്ചു. അപ്പോൾ അവിടെ നിന്ന് പറഞ്ഞ മറുപടി, ബഹുമാന്യരായ നമ്മുടെ നേതാക്കന്മാർ, 2 നേതാക്കന്മാർ പറഞ്ഞ മറുപടിയാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഞങ്ങളോട് പറഞ്ഞ ഒരു വാഗ്ദാന ലംഘനമാണ് അവരവിടെ നടത്തിയത്. അവർ വാഗ്ദാന ലംഘനമാണ് നടത്തിയത്. എന്താണ് ആ വാഗ്ദാന ലംഘനം? 1-2 സന്ദർഭങ്ങളിൽ സംഘടനാപരമായ കാര്യങ്ങളും സമ്മേളന സംബന്ധമായ വിഷയങ്ങളും ആലോചിക്കുന്നതിനും ചർച്ച ചെയ്യുന്നതിനും വേണ്ടി ഞങ്ങൾ ഒരുമിച്ചിരുന്നിരുന്നു. ബഹുമാന്യനായ PK അഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ ഒരുമിച്ചിരുന്നിരുന്നു.
ആ യോഗത്തിന് വിളിക്കുമ്പോൾ ഞങ്ങൾ ചോദിച്ചു, ഇത് ഇനി ഭാവിയിൽ ഒരു നടപടിയെടുക്കുമ്പോൾ അതിന്റെ നാൾ വഴിയായി എണ്ണുന്നതിനു വേണ്ടിയാണോ നിങ്ങൾ വിളിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അങ്ങനെയല്ല, ഒരിക്കലും അങ്ങനെയല്ല. ഇത് സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ വേണ്ടി മാത്രമാണ്, ആ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഒരിക്കലും ഇതൊരു നാൾ വഴിയല്ല, ഇതിന് മിനിറ്റ്സ് ഇല്ല, ഇതിന് ഒപ്പില്ല, അതുപോലുള്ള ഒരു യോഗമല്ല, സംഘടനാപരമായ മീറ്റിംഗ് അല്ല, ഞാൻ എന്റെ വീട്ടിൽ വിളിക്കുന്ന ഒരു സൗഹൃദമായ ഒരു സംഗമം മാത്രമാണ് എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ആ വാക്ക് പാലിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ 2 പ്രാവശ്യം പോവുകയും ആ യോഗത്തിൽ ചില കാര്യങ്ങളെപ്പറ്റി സംസാരിക്കാൻ ആരംഭിച്ചപ്പോൾ വീണ്ടും ഈ ചോദ്യം ഞങ്ങൾ ആവർത്തിച്ചു, ഇതൊരിക്കലും ഒരു നടപടിക്രമത്തിന്റെ ഭാഗമാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരിക്കലും അല്ല, അങ്ങനെയല്ല ഈ വിളി എന്നവർ ആവർത്തിച്ച് പറഞ്ഞപ്പോൾ ആ സമയത്തുണ്ടായിരുന്ന ചില വിഷയങ്ങളിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞു. അതിൽ പ്രധാനമായി പറഞ്ഞ അവർ ചോദിച്ച ഒരു ചോദ്യം, കേരള ജംഇയ്യത്തുൽ ഉലമയുടെ തീരുമാനം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ എന്നതാണ്. ഞങ്ങൾ പറഞ്ഞ മറുപടി അംഗീകരിക്കുന്നുണ്ട് എന്നതാണ്. അതോടൊപ്പം ഞങ്ങൾ കൂട്ടിച്ചേർത്ത ഒരു വാചകം, ഇപ്പോൾ തീരുമാനിച്ച ചില തീരുമാനങ്ങളിൽ നമ്മുടെ ഉത്തരവാദപ്പെട്ട ചില പണ്ഡിതന്മാർ തന്നെ ആശങ്കകൾ പറഞ്ഞിട്ടുണ്ട്. ബഹുമാന്യരായ അബ്ദുല്ല കുസുല്ലമയെ പോലെ, അതുപോലെ തന്നെ ഉനൂദ്ദീൻ ലബ്ബാധാരിമിയെ പോലെ, സുഹൈർ ചുങ്കത്തറ മൗലവിയെ പോലെ, അബൂബക്കർ സലഫിയെ പോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രേഖാമൂലവും അല്ലാതെയും നിങ്ങൾക്ക് ചില ആശങ്കകൾ അറിയിച്ചിട്ടുണ്ടെന്നറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്, അവരെയൊന്ന് വിളിച്ച് എന്താണ് അവർക്ക് പറയാനുള്ളതെന്ന് കേട്ട് അവർ പറയുന്നതിൽ എന്തെങ്കിലും ഉണ്ട് എങ്കിൽ, വസ്തുതകൾ ഉണ്ടെങ്കിൽ ആ വസ്തുതകൾ നമ്മൾ ഉൾക്കൊള്ളണം. അതല്ല അവർ പറയുന്നത് തെറ്റുദ്ധാരണയുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ അതവർക്ക് തിരുത്തി കൊടുക്കുകയും വേണം. അങ്ങനെ റോട്ടിൽ നിന്നുള്ള ചർച്ച റൂമിലേക്ക് കൊണ്ടുവരണം. ഇത് റോട്ടിൽ വെച്ചല്ല പറയേണ്ടത്, റൂമിൽ വെച്ചാണ് പറയേണ്ടത്, റൂമിൽ വെച്ചുകൊണ്ട് തീർക്കുകയാണ് വേണ്ടത് എന്നൊരു അഭ്യർത്ഥന ഞങ്ങൾക്കുണ്ട്. ആശങ്കകൾ ദൂരീകരിക്കണം. ആശങ്ക മുൾമുനയിൽ നിർത്തി ജനങ്ങളെ ചേരിയാക്കുന്ന ഒരു രീതി ഒരിക്കലും നമുക്ക് ഭൂഷണമല്ല എന്ന ഐക്യത്തിന്റെ ഒരു ആഹ്വാനം മാത്രമാണ് ഞങ്ങൾ ആ യോഗത്തിൽ ആ കാര്യമായി പറഞ്ഞത്, ആ പ്രധാനമായി സൂചിപ്പിച്ചത്. അങ്ങനെ പറഞ്ഞ ഒരു യോഗത്തെ പറ്റി ഈ പറഞ്ഞ CD ടവറിൽ വെച്ചുകൊണ്ട് ബഹുമാന്യരായ നേതാക്കന്മാർ തന്നെ പറയുകയാണ്, ബഹുമാന്യനായ PK അഹമ്മദ് സാഹിബിന്റെ വീട്ടിൽ ഞങ്ങൾ പല പ്രാവശ്യം ഇവരെ വിളിച്ചു വരുത്തുകയും ഉപദേശിക്കുകയും ഒക്കെ ചെയ്തിട്ടും ധിക്കാരപൂർവം പ്രതികരിച്ചതുകൊണ്ടാണ് ഞങ്ങൾ സസ്പെൻഷനിലേക്ക് നീങ്ങാനുണ്ടായ കാരണം എന്നുള്ള രീതിയിൽ സംസാരിച്ചു. അതിനുശേഷം നാട്ടിലുള്ള പല സ്ഥലങ്ങളിലും മുഖാമുഖങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ പറയുന്നത്, പണ്ട് സാൽവേഷൻ മുതൽ ISM-ഉം MSM-ഉം ധിക്കാരം കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അധികാരപൂർവമായി പ്രവർത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക് എത്തിയത് എന്നാണ്. അഥവാ വിഷയം പരിഹരിക്കുന്നതിനു പകരം, ഞങ്ങൾ കൊടുത്ത കത്തിന് ഒരു തീരുമാനം തരുന്നതിനു പകരം, അത് ഞങ്ങളെ വിളിച്ചന്വേഷിക്കുന്നതിനു പകരം ഞങ്ങളുടെ നാവടക്കുകയും അതിനു പകരം അവർ ഇല്ലാത്ത കാര്യങ്ങൾ ഏകപക്ഷീയമായി ബൈലക്സിലൂടെ വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിലാണ് MSM-ഉം ISM-ഉം ഒക്കെ ഇപ്പോൾ അതിന്റെ സത്യാവസ്ഥ പറഞ്ഞു തുടങ്ങിയിട്ടുള്ളത്. ഇതതിന്റെ വേദിയല്ല. ഇൻഷാ അല്ലാഹ് അതിനി വരുന്ന ദിവസങ്ങളിൽ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ കേരളത്തെ, മാലോകരെ, ഇസ്ലാഹി കേരളത്തെ ഞങ്ങൾ അറിയിക്കുക തന്നെ ചെയ്യുമെന്ന് മാത്രമേ ആ കാര്യത്തിൽ സൂചിപ്പിക്കാനുള്ളൂ. അതുകൊണ്ട് യാതൊന്നും നിങ്ങൾ പ്രയാസമാക്കേണ്ടതില്ല. MSM-നെ സംബന്ധിച്ചിടത്തോളം, ISM-നെ സംബന്ധിച്ചിടത്തോളം ആ തീരുമാനം വന്നത് ഞങ്ങൾ അതിനോട് പ്രതികരിച്ച രീതി ഇതാണ്. നിങ്ങൾ പറയുന്നത് ഞങ്ങൾ കേസ് കൊടുക്കണമായിരുന്നു, ഞങ്ങൾ മുതലക്കുളത്ത് സമ്മേളനം വിളിക്കണമായിരുന്നു, ഞങ്ങൾ പത്രസമ്മേളനം വിളിക്കണമായിരുന്നു, അതായിരുന്നു ISM-ഉം MSM-ഉം ചെയ്യേണ്ടിയിരുന്നത്, അതാണോ നിങ്ങൾ പറയുന്നത്? അത് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോഴും ഞങ്ങൾ കാത്തിരിക്കുകയാണ്, ഇപ്പോഴും നമ്മൾ കാത്തിരിക്കുകയാണ്. നമ്മൾ പ്രബോധന പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. പക്ഷേ ഇത് നിർത്തിവെക്കാൻ നമുക്ക് കഴിയില്ല. മരവിപ്പിച്ച് നിർത്തിയാൽ മരവിച്ച് കിടക്കാൻ നമുക്ക് കഴിയില്ല. കാരണം ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് പോകുന്നു. എപ്പോഴാണ് നാഥൻ നമ്മളെ തിരിച്ചു വിളിക്കുക എന്നറിയില്ല. അതുകൊണ്ട് ഇതിനൊരു തീരുമാനം ആ രൂപത്തിൽ ഉണ്ടാകുന്നത് വരെ ഇപ്പോഴുള്ള MSM-ഉം ISM-ഉം അതിന്റെ പ്രവർത്തന രംഗത്ത് സജീവമായി മുന്നോട്ട് പോകുന്നു. പ്രോഫ്കോണുകൾ മുടങ്ങാതെ, QHLS-കൾ മുടങ്ങാതെ, CRE-കൾ മുടങ്ങാതെ, അതുപോലെയുള്ള പഠന ക്യാമ്പുകൾ മുടങ്ങാതെ, ഒന്നിനും മുടക്കമില്ലാതെ, തടസ്സമില്ലാതെ എല്ലാ പ്രവർത്തനങ്ങളുമായി സജീവമായി ഇതിന്റെ പ്രവർത്തകന്മാർ മുന്നോട്ട് പോവുകയാണ്. അല്ലാതെ ഇത് നിർത്തിവെക്കുകയോ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുകയോ ചെയ്യുന്നത് നമുക്ക് വലിയ അപകടങ്ങൾ ഉണ്ടാക്കും.
കാരണം ഇവിടെ ബഹുമാന്യനായ സാബിർ ഒരു കത്തുവിടെ വായിക്കുകയുണ്ടായി, ഒരു സഹോദരിയുടെ മരണവാർത്ത ഇവിടെ അറിയിക്കുകയുണ്ടായി. സഹോദരങ്ങളെ, ഇതുപോലെ ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. നമുക്കിങ്ങനെ കാത്തു നിൽക്കാൻ കഴിയില്ല. ഹുതുബ പറയുന്ന ഒരാള് തൽക്കാലം ഹുതുബയൊന്ന് നിർത്തിയാൽ അയാളുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ ഉണ്ടാകും. അയാളുടെ ജീവിതത്തിൽ ആ ദീനിയായ ചിന്തയിൽ നിന്ന് സ്വാഭാവികമായും പുറകോട്ട് പോകും. സ്ഥിരമായി ഖുർആൻ ക്ലാസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ ആ ഖുർആൻ ക്ലാസ് നിർത്തിയാൽ അയാളുടെ ജീവിതത്തിൽ തെറ്റിലേക്ക് തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാകും. അതുപോലെ സംഘടനാ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ ഒറ്റപ്പെട്ടവനെ ശൈത്താൻ പിടിച്ചുകൊണ്ടുപോകുമെന്ന് പറഞ്ഞതുപോലെ തെറ്റിലേക്കും തിന്മയിലേക്കും തിരിച്ചു നടക്കും. ബഹുമാന്യനായ താജുദ്ദീൻ സലായി തന്നെ പറഞ്ഞ ഒരു അനുഭവമാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഏതോ ഒരു കുട്ടി ഫോൺ ചെയ്തതാണ്, ഇതാ ഇങ്ങനെ മരവിപ്പിച്ചു നിർത്തി നിങ്ങളൊന്നും ചെയ്യാതിരിക്കുകയാണെങ്കിൽ ഞാൻ നേരത്തെ പോയ മദ്യഷാപ്പിലേക്ക് ഇനിയും പോകും, ഞങ്ങൾ കുടി തുടങ്ങും എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ ഒരു ഫോൺ കോൾ. അതെ, ഇത് നിർത്തിവെച്ചാൽ ഉണ്ടാകുന്നത് അതാണ്. നമ്മൾ നശിക്കും, നമ്മൾ ഇല്ലാതെയാകും, നമ്മൾ സ്വാഭാവികമായി മതരംഗത്തുനിന്ന് ഇല്ലാതെയാകും. അതുകൊണ്ട് അത് പാടില്ല. മരിക്കുന്ന സമയം വരെ മതരംഗത്ത് സജീവമായി നിൽക്കണം. ഏത് സമയത്താണ് അള്ളാഹു നമ്മെ തിരിച്ചു വിളിക്കുക എന്ന് നമുക്കാർക്കും പറയാൻ സാധ്യമല്ല. ഇന്ന് നാളെ നേരം വെളുക്കുമെന്ന് പറയാൻ നമുക്ക് ഉറപ്പില്ല. ഏതു സമയത്തും പോകാം. നോക്കൂ നിങ്ങൾ, മമ്പാടുള്ള തസ്ലീം എന്ന് പറയുന്ന നമ്മുടെ വിദ്യാർത്ഥി സമ്മേളനം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം അതാ ബൈക്ക് ആക്സിഡന്റിൽ മരിക്കുന്നു. അതുപോലെ തന്നെ 2 സഹോദരങ്ങൾ വിദേശത്ത് വെച്ച് തീവെന്ത് മരിച്ചത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാകും. ജാബിർ കായക്കൊടി എന്ന് പറയുന്ന ബഹുമാന്യനായ സഹോദരൻ ഈ ഇടക്കാലയളവിൽ നമ്മെ വിട്ട് പിരിഞ്ഞതാണ്. അതുകൊണ്ട് ആവർത്തിച്ച് ഞാൻ പറയട്ടെ, ഈ പ്രതിസന്ധി തരണം ചെയ്യേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലാണ്. നമ്മളെ പരീക്ഷിക്കുകയാണ് പടച്ചതമ്പുരാൻ. മതരംഗത്ത് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുമ്പോൾ 2 നിലപാടുകൾ നമുക്ക് സ്വീകരിക്കാം. ഞാനൊന്നും അറിയില്ലേ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാം. അതല്ല, എന്താണ് വസ്തുത എന്ന് അന്വേഷിച്ചുകൊണ്ട് അത് പഠിച്ചു മനസ്സിലാക്കി അതിന്റെ ഹക്ക് ഉൾക്കൊണ്ടുകൊണ്ട് നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോകാം. അതിനിടക്ക് അല്ലാഹു നമ്മെ തിരിച്ചു വിളിക്കുകയാണെങ്കിൽ അൽഹംദുലില്ലാ, റാഹത്തായി നമുക്ക് തിരിച്ചു പോകാം. ആ ഖബറിലാണ് നമുക്ക് പ്രതിസന്ധി തരണം ചെയ്യാനുള്ളത്. നാളെ പരലോകത്താണ് നമുക്ക് പ്രതിസന്ധി തരണം ചെയ്യാനുള്ളത്, അല്ലാതെ ഇഹലോകത്തല്ല. നമ്മൾ പ്രസിഡന്റും സെക്രട്ടറിയുമായി എന്നും ഉണ്ടാവുകയില്ല. നാളെ നേരം വെളുക്കുമ്പോൾ പടച്ചതമ്പുരാന്റെ വിളിക്ക് നമ്മൾ ഉത്തരം നൽകിയാൽ അൽഹംദുലില്ലാ, ഈ ദീനീ രംഗത്ത് നിന്ന് അല്ലാഹു നമ്മളെ തിരിച്ചു വിളിച്ചാൽ നമുക്കങ്ങനെ ഈ അമലുമായി സ്വർഗത്തിലേക്ക് പോകാം, ആ ഖബറിലേക്ക് പോകാം. നമ്മിൽ നിന്ന് മരിച്ചുപോയ, ഇടക്കാലത്ത് മരിച്ചുപോയ ഈ സഹോദരങ്ങൾക്കെല്ലാം അല്ലാഹു മഗ്ഫിറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവരോടൊപ്പം അല്ലാഹു നമ്മയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാ നാളെ ഉച്ചയോടുകൂടിയാണ് നമ്മുടെ പരിപാടിക്ക് സമാപനം കുറിക്കുന്നത്. അതുകൊണ്ട് ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, ഞാൻ 2 ദിവസമൊക്കെ വന്നില്ലേ, ഇനിയൊക്കെ എത്രയൊക്കെ മതി. എന്നെ വിളിച്ച ആള് ഏതായാലും എന്നെ കണ്ടിട്ടുണ്ട്, ഞാൻ വന്നു എന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്നെ നിർബന്ധിച്ച് പറഞ്ഞയച്ച രക്ഷിതാവും ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ മലപ്പുറത്ത് പങ്കെടുത്തിട്ടുണ്ട്. ഇനി പോയാലും കുഴപ്പമില്ല എന്നാരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങളെ, പ്രോഫ് കോണിനൊന്നും സംഭവിക്കുകയില്ല. നിങ്ങൾ എണീറ്റാൽ ആ കസേരയിൽ ഇരിക്കാൻ ഇതാ പുറത്ത് 100 ആളുകൾ കാത്തിരിക്കുകയാണ്. പക്ഷേ ആ എണീറ്റ് പോക്ക് നമുക്കാണ് ദോഷം ചെയ്യുക. ഇത് അപൂർവമായ സന്ദർഭമാണ് ഈ 3 ദിവസം. അതുകൊണ്ട് നാളെയുടെ വൈകുന്നേരമായി ഇത് പിരിയുന്നതുവരെ ഇതിനോടൊപ്പം നിങ്ങൾ യാത്രയാവുക. ഇനിയും ഇതാ വിജ്ഞാനത്തിന്റെ വിഭവങ്ങൾ ഇവിടെ വിളമ്പാനിരിക്കുകയാണ്. അല്പം പ്രയാസമുണ്ടാകും. കുറച്ചു കൂടുതൽ ആളുകൾ കൂടി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുറച്ചൊക്കെ ക്ഷമിക്കേണ്ടി വരും. ആ ക്ഷമ നാളെ നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വലിയൊരു കാര്യമാണ്. ഉച്ചക്ക് ഇവിടെ നമസ്കരിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ, ആ ചൂട് നിങ്ങൾ കണ്ടില്ലേ. ആ 4 റക്അത്ത് നമസ്കരിച്ച് എണീറ്റപ്പോഴേക്കും ആവിയെടുത്തിട്ട് ചിലരെങ്കിലും തലവേദന വന്നിട്ടുണ്ട്, തലകറക്കം വന്നിട്ടുണ്ട്. സഹോദരങ്ങളെ, ഇതിനും ഭയാനകരമായ നരകം, യസ്ലൗനഹാ യൗമദ്ദീൻ എന്ന് പറഞ്ഞ കത്തിക്കരിയുന്ന നരകം. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുദിനങ്ങളാണ്, അതിനുള്ള വിഭവങ്ങളാണ് നമ്മൾ നേടുന്നത്. അതുകൊണ്ട് ഇത് പൂർണ്ണമായി ഉൾക്കൊണ്ട് നാളെ തീരുന്നതുവരെ ഇതിനോടൊപ്പം നമ്മൾ ഉണ്ടാവുക. ആരെങ്കിലും മാറി നിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ തീരുമാനം മാറ്റിവെച്ച് പൂർണ്ണമായി ഇതിന്റെ കൂടെ ഉണ്ടാവുക. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇവിടെ അവസാനിക്കുകയാണ് സഹോദരങ്ങളെ. ഇന്നലെ നമുക്ക് കിട്ടിയ ഗൈഡ് ലൈൻസ് തന്നെ നമുക്ക് ഏറെയാണ്. നാളത്തെ സെഷനുകളിൽ ഇൻഷാ അല്ലാഹ് ബഹുമാനനായ ഹുസൈൻ സലഫി, ടി.കെ. അഷ്റഫ് തുടങ്ങിയ നമ്മുടെ പ്രമുഖരായ പ്രഭാഷകരും പണ്ഡിതന്മാരും അണിനിരക്കുന്ന മഹത്തായ വേദി നമുക്ക് ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണമെന്ന് അറിയിക്കുകയാണ്. ഭക്ഷണം വാങ്ങാൻ നമുക്ക് എഴുന്നേൽക്കാം. അതോടൊപ്പം ശ്രദ്ധിക്കാനുള്ളത്, ഭക്ഷണം മെമന്റോ ലഭ്യമാണ്. ടീഷർട്ടുകൾ മെമന്റോ വകുപ്പ് എത്തിച്ചിട്ടുണ്ട്. അത് കൈപ്പറ്റാൻ
നിർബന്ധപൂർവം നമ്മൾ ഒന്നിച്ചു ചേർന്ന ഒരു മഹാസംഗമത്തിന്റെ ഒരു രേഖപ്പെടുത്തൽ എന്ന നിലക്ക്, മനസ്സിലെ ഒരു രേഖപ്പെടുത്തൽ എന്ന നിലക്ക് ആ കാര്യവുമായി പ്രത്യേകം നിങ്ങളുടെ ശ്രദ്ധയിലുണ്ടാകണം, സഹകരിക്കണം എന്നറിയിക്കുകയാണ്. ചില വസ്തുക്കൾ കളഞ്ഞു കിട്ടിയ വിവരം ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ തന്നെ അറിയിച്ചതനുസരിച്ച് ഇനി അത് കമ്മിറ്റിയുടെ വകുപ്പിലേക്ക് എഴുതുന്നതാണ് എന്ന് പ്രത്യേകം അറിയിക്കുകയാണ്. അവനാന്റെ സെൽഫോണും പേഴ്സും ഒക്കെ സൂക്ഷിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റൊന്ന് IT കോർണർ. ഇവിടെ വിപുലമായ IT കോർണർ സംവിധാനം, MP3 സ്പീച്ചുകൾ തുടങ്ങി ഒരുപാട് ശേഖരങ്ങളുമായി നമ്മുടെ സുഹൃത്തുക്കൾ IT വിംഗ് ഒരുക്കുന്ന IT കോർണർ ഇവിടെ സമ്മേളന നഗരിയിൽ ഒരുങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്നറിയിക്കുകയാണ്. റാഫി സഹോദരന്മാരെ, ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം അറിയിച്ചുകൊണ്ട്, നമ്മൾ ഇന്നലത്തെ പോലെ തന്നെ ഗേൾസ് വിഭാഗം പ്രത്യേകം ശ്രദ്ധിക്കുക. പെൺകുട്ടികളുടെ അക്കോമഡേഷൻ ഇന്നലത്തെ പോലെ തന്നെ നമ്മൾ ബസ്സിൽ കയറി നമ്മളുടെ സ്ഥലത്തേക്ക് യാത്രയാകുന്നു. അതിന് കോർഡിനേറ്റർമാർ പ്രത്യേകം ശ്രദ്ധിക്കണം. ബസ്സുകൾ തയ്യാറാണ്. ഇന്നലെ നമ്മൾ പോയതിന് ശേഷം അല്പസമയം വൈകി ഉറങ്ങിയത് കൊണ്ടാകാം ഇന്ന് ചില ആളുകളെങ്കിലും നേരം വൈകിയാണ് എത്തിയിട്ടുള്ളത്. അതുകൊണ്ട് നാളെ 6:30 നമ്മൾക്ക് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള സെഷനിൽ എത്തുന്നതിന് വേണ്ടി രാവിലെ 6 മണിക്ക് മുമ്പായി അല്ലെങ്കിൽ സുബഹി നമസ്കാരത്തിന്